Hi all, welcome to another episode of Big Talks powered by Tiaro Kombucha. Kombucha. നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡിലാണ്. സോ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ടിയാറോ കൊമ്പൂച്ചയാണ്. കൊമ്പൂച്ച കുടിച്ചിട്ടുണ്ടോ നീ നേരത്തെ? കൊമ്പൂച്ച ബ്രൂഡ് ടീ ആണ്. ബ്രൂഡ് ടീ, അതായത് ടീ ഫെർമെന്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ് കൊമ്പൂച്ച. ഇവര് പല ഫ്ലേവേഴ്സിലുണ്ട്. മെയിൻലി അവൈലബിൾ ഇൻ ട്രിവാൻഡ്രം ആണ്. അവർക്ക് ട്രിവാൻഡ്രം സിറ്റി, വർക്കല, സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. മാംഗോ. ഇത് മാംഗോ. എന്റേത് എന്റേത് ഡിമിറ്റർ. ബെറി മിന്റ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണോടാ? ഓക്കെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ ടോപ്പിക്ക് വെള്ളമടിയാണ്. ഇത് നോൺ ആൽക്കഹോളിക് ആണ് കൊമ്പൂച്ച. ഇത് നോൺ ആൽക്കഹോളിക്. ഞാൻ കൊമ്പൂച്ചയുടെ ഗുണഫലങ്ങൾ കുറിച്ച് പറയട്ടെ. ഗുണഗണങ്ങൾ. ആദ്യമായിട്ടുള്ളത്, കൊമ്പൂച്ചയിൽ കുറെ സാധാരണയായിട്ട് കൊമ്പൂച്ച നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഇതിൽ കുറെ പ്രോബയോട്ടിക് ഉണ്ട്. അതായത് നമ്മൾ ഈ ഭയങ്കര സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ വയറിൽ കുറെ ഗട്ട് ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ വയറിൽ കുറെ ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ ഒരു ലെവല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൊമ്പൂച്ച പ്രോബയോട്ടിക് ആയതുകൊണ്ട് കൊമ്പൂച്ച കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്തി ലെവൽ ഓഫ് ബാക്ടീരിയ നമ്മുടെ വയറിൽ വരും. അപ്പം പ്രോബയോട്ടിക് ആണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ കാലറി കുറവാണ്. അങ്ങനെ ഒരു ഹെൽത്തി, US ഭയങ്കര ഹിറ്റാണ്. ഹെൽത്തി, പിന്നെ ടേസ്റ്റും കുറച്ചൊരു അക്യൂർഡ് ടേസ്റ്റ് ആണല്ലേ, മദ്യപാനം പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടു. മദ്യപാനം എന്നുള്ള എപ്പിസോഡിൽ നമ്മൾ ഇത് വന്നിട്ട് മദ്യപാനം നിർത്തു, കൊമ്പൂച്ചയെ പ്രൊമോട്ട് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ എപ്പിസോഡ് ഒരു തരത്തിലും നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ മദ്യപാന അനുഭവങ്ങളെയും മദ്യപാനത്തിന്റെ പാർശ്വഫലങ്ങളെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് മറ്റോ പറഞ്ഞ പോലെ ഒന്ന് നീട്ടിപ്പിടിച്ച സെറ്റാണെന്ന്. ഇത് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. അവൻ കള്ളുടിക്കില്ല എപ്പോഴും പറയണ കാരണം മദ്യപാനത്തെ പറ്റി പറയുന്ന എപ്പിസോഡിൽ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഒരാളും കുടി നിർത്തിയ ഒരാളും ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന രണ്ടുപേരുമാണ് നമുക്കുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ അത്ര ഫ്രീക്വൻസിയിൽ ഞാൻ കുടിക്കാറില്ല. നിങ്ങൾ ഒന്നിച്ചല്ലേ എപ്പോഴും കുടിക്കുന്നത്? അവനൊറ്റയ്ക്ക് കുടിക്കുന്ന വെറുതെ വീട്ടിൽ പോയിരിക്കുന്നതിനൊക്കെ വിളിച്ചു നിർത്തി കുടിപ്പിച്ച് അവനെ ചീത്ത പറഞ്ഞ് അവന്റെ വീട്ടുകാരെ തെറി പറഞ്ഞ് അവനെ വിഷമിപ്പിച്ച് അവനെ കരയിപ്പിക്കുന്നത് നീയാണോ ജോണ? കള്ളുകൂടി പ്ലാൻ ഇടുന്ന ആള് നമ്മുടെ മാനേജറാണ്. അതിന് ഒരാളുടെ ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ആള് വോട്ട് ഭൂരിപക്ഷം കണക്കാക്കും. പിന്നെ ആളെ എവിടെന്നെങ്കിലും കാശൊക്കെ പറക്കെടുത്തിട്ടൊക്കെ അതിന് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിലല്ലോ, മാനേജറിന്റെ വെള്ളം അടിക്കണം പറഞ്ഞാണ്ടല്ലോ പൈസ എവിടുന്നെങ്കിലൊക്കെ വരും. ഇറങ്ങിയിട്ട് വേണം ഈ എപ്പിസോഡ്. മാനേജറുടെ പേര് പറയരുത്, നേരത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ എപ്പിസോഡിൽ വന്നിട്ടൊക്കെ ആളാ. പക്ഷെ ഈ എപ്പിസോഡ് നമ്മൾ പറയരുത്. അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ എങ്ങാനും ഈ 4000 പേർക്കകത്തുണ്ടെങ്കിലോ നമ്മുടെ വ്യൂവേഴ്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കൂലല്ലേ? അല്ലേ, പുള്ളി വീട്ടില് കുടിക്കത്തില്ല എന്നുള്ള ഇമേജ് ഉള്ള ആളല്ലേ? എന്റെ വീട്ടില് അല്ലല്ലോ, അങ്ങനല്ല. നിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല നീ കുടിക്കുമെന്നൊരു ധാരണയില്ല. ഇല്ല. അപ്പൊ ഈ എപ്പിസോഡ് പോകുമ്പോഴോ അപ്പൊ മറ്റേ എന്നാലും കണ്ടൂടെ? കാണാൻ സാധ്യത ഉണ്ടായിക്കൂടെ? ഇല്ല, ഞാൻ കാണിക്കാറില്ല. നീ ആരെങ്കിലും കാണിച്ചൂടെ? ഇല്ല. പെങ്ങളോ? പെങ്ങള് വീട്ടിലല്ലോ. പെങ്ങൾക്ക് അറിയാമോ നീ കുടിക്കുമെന്ന്? ഉണ്ടോ? വീട്ടില് എന്റെ വീട്ടിലും കുടിക്കും, പക്ഷെ ഇത്രയും കുടിക്കും എന്ന് പറഞ്ഞൂടാ. മനസ്സിലായില്ലേ? എന്റെ കോളേജിൽ ഇവരുടെ വീടിന്റെ ടെറസ് ബാറാ. അത് ശരിയുള്ള ഈ പറഞ്ഞു. ഇയാള് ഭയങ്കര മാന്യനായിട്ട് നമ്മള് ഇതിന് താഴെ വേണം മറ്റേ ഫോട്ടോ ഇടാൻ കേട്ടോ. ജോൺജോയുടെ വീടിന്റെ ടെറസിന്റെ ഫോട്ടോ ആണ് എന്റെ കയ്യിൽ. അതായത് ഒത്ത നടുക്കൊരു ടേബിള്, ഭയങ്കര അതായത് മറ്റേ കലി സിനിമയ്ക്കകത്തൊക്കെ മറ്റേ പോകുന്ന വഴിക്കൊക്കെ ഉള്ള ഒരു സ്പോട്ടൊക്കെ ഇല്ലേ, ഭയങ്കര അലമ്പന്മാരുടെ സ്പോട്ട് വരും. വേറൊരു ട്യൂബ്, സൈഡിലൊരു ട്യൂബ്, വേറൊരു ഒരു പെഡസ്റ്റൽ ഫാന്, ബാക്കി ഫുൾ കുറെ കുടിച്ച കുപ്പികളാകുമ്പോഴേക്ക് അവിടെ ഇവിടെ കുറെ തുരുമ്പെടുത്ത സാധനങ്ങള്, ഈ മറ്റേ കാറിന്റെ ഒക്കെ ഒരു സീറ്റ്, അല്ല അങ്ങനെ ടയർ വെച്ച സീറ്റ്, അങ്ങനത്തെ പഴയ ടൈപ്പ്റൈറ്റർ ഫുള്ള് സെറ്റപ്പ്. ആരും കയറി വരില്ല വീടിന്റെ മുകളിലേക്ക്. അപ്പൊ ഞങ്ങള് വലിയ ഭീകരമായ ഒന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാരും പുറത്തായ കാരണം വല്ലപ്പോഴും വരുമ്പോ നമ്മൾ ബാറിലധികം കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ എന്റെ വീടിന്റെ അവിടെയുള്ള കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്
പാട്ട് പാടണവരാ. അതായത് ഇങ്ങനെ വെറുതെ വാടിപ്പാട്ട് രണ്ടെണ്ണം അടിച്ച് എല്ലാരും പാടുന്ന പോലെ പ്രമദവനും മറ്റേ ഏതോ എല്ലാരും കള്ളുപിടിച്ച പാടുന്ന ആദ്യത്തെ പാട്ട് ഏതായിരുന്നു, ഒരു പുഷ്പം മാത്രമേ, എല്ലാവർക്കും ഉള്ള പാട്ടാണ് കള്ളുപിടിച്ച്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം നന്നായി പാടണം, അതായത് ട്രെയിൻഡ് പാട്ടുകാരൊക്കെ അവർ നല്ല വൃത്തിക്ക് പാട്ടൊക്കെ പാടി, വേറെ ബഹളോ സംഭവങ്ങളൊന്നുമില്ല. നല്ല അങ്ങനത്തെ കള്ളുപിടികളാണ് അവിടെ നടക്കാറ്. കൂടുതലും സംഗീതാത്മകമായ ഒരു കള്ളുപിടിയാണ് മാന്യമായിട്ട് കള്ളുപിടിക്കുന്നവരെ മാന്യവൽക്കരിച്ച് കളഞ്ഞു. ഇതാണോ ശരിക്കുള്ള ജോൺ ജോ, അതോ 3 പേക്ക് അടിച്ചിട്ടുള്ള ജോൺ ജോ ആണോ ശരിക്കുള്ള ജോൺ ജോ? വേറെ ജോൺ ജോ, ഇത് വേറെ ദീപക്കാണ് ശരിക്കുള്ള ദീപക്. എനിക്കത് കാണാൻ ഇനിയും പറ്റില്ല, കാരണം ദീപക് കള്ളുപിടി. ആ ദീപകിന് ഒരുപാട് ലെയറുകൾ വെച്ച് മാന്യനാക്കിയിട്ടാണ് പുറത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ വെള്ളം അടിക്കുന്നത് മറ്റേ ഉള്ളി അരിയണ പോലെയാണ്, എല്ലാരും കരഞ്ഞു തുടങ്ങും ഓരോ ലെയർ പോകുന്നോറും. ദീപക്കല്ല കരയുന്നത്, ചുറ്റിയിരിക്കുന്നവര് കരഞ്ഞു അറിയാതെ. അത് ഇവൻ ഇങ്ങനത്തെ ഒരു മരുന്നായിരുന്നു ആലോചിച്ചിട്ടാണ് പലരും കരയണത്. എനിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് കയറും. പിന്നെ അതെല്ലാവർക്കും കയറും. ചില്ലറ കോൺഫിഡൻസ് ഒന്നല്ല ദീപകിന്റെ കോൺഫിഡൻസ് എന്താ വെച്ചാൽ, സാധാരണ ആൾക്കാർ ചേട്ടാ ഞാൻ SI അടിക്കും, ഞാൻ ആരെ വേണ്ടി അടിക്കും, നിങ്ങൾക്ക് കാശാണ് പ്രശ്നം ഞാൻ തരാം എന്നൊക്കെ പറച്ചതല്ലേ ഉള്ളൂ. ദീപു അടുത്ത സ്റ്റെപ്പ് മൂവ് ചെയ്തോളെ. ദീപു ഇത് പറഞ്ഞിട്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ അഡ്വാൻസ് ഒക്കെ ഇട്ടോളെ, വേണേ അടിക്കുന്ന ആൾക്കാരെ ഇടിച്ചു തുടങ്ങാണ്. എന്റെ കുറെ ഫ്രണ്ട്സ് അങ്ങനെ തന്നെയാണ്. അതായത് ട്രിപ്പൊക്കെ പോകും, മറ്റേ നമ്മുടെ മാനേജറെ വെള്ളം അടിച്ചിട്ട് ലേലനാക്കുവാൻ കഥയുണ്ടല്ലോ, കോയമ്പത്തൂരിൽ എത്തിയവന്മാര്. നമ്മള് ഇത് കഴിഞ്ഞ് തിരിച്ചു ബോധം വരുമ്പോ ഗോവയിലൊക്കെ ആയിരിക്കും. അത് കുറച്ച് വെള്ളം അടിച്ചിട്ട് ഓർമ്മ പോകുമല്ലോ, ഓർമ്മ പോയി വീണ്ടും അടിച്ച അവസാനം ബോധം വരുമ്പോ ഗോവയിലൊക്കെ ആയിരിക്കും. വേറൊരു ഫ്രണ്ട് ആക്ച്വലി ഇതേപോലെ നമ്മൾ ഭയങ്കര ഹെവി വെള്ളമടി, ഇവനാണെങ്കിൽ വലിയ കാര്യത്തില് ഞാൻ മുംബൈ പോയിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞ് ഒരു കിടിലം കോമ്പിനേഷൻ ഉണ്ട്, ജിന്നിൽ ബിയർ ഒഴിച്ച് കുടിച്ചാൽ ഭയങ്കര വൈബാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇങ്ങനെ ലോക്കൽ ബാറിൽ അടിച്ച് അവസാനം നമ്മൾ നാളെ രാവിലെ ബോധം വന്നപ്പോ ഗോവയിലായിരുന്നു. എന്നിട്ട് അവൻ തിരിച്ച് വൈകിട്ട് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് മുംബൈ വന്നു. ഇത് ഈ റേഞ്ച് പോണ ഒരു കാര്യം എന്താ പറയുക, ഇവരുടെ കയ്യിൽ കാശുണ്ട്. നമ്മൾ ഈ കുപ്പി തന്നെ എടുക്കുന്ന നമുക്ക് നമ്മളെ ഇത് നമുക്കൊന്ന് പണി കുറവാണ്. അപ്പൊ വൈകിട്ട് കോളേജിലും ഭയങ്കര അടിയുടെ, കോളേജിൽ നമുക്ക് ഇന്റേൺഷിപ്പ് സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ കോളേജിൽ അടി എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് കൂടാനുള്ളൊരു കാരണം ബോറടിച്ചിരിക്കുന്നു, എന്ത് ചെയ്യാൻ. ആ സമയത്ത് വേറെ ഹോബിയോ പാഷനോ അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ 4-5 പേര് വെറുതെ ഇരിക്കുന്നു, എന്ത് ചെയ്യാൻ, ഇന്നെന്തേലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണമല്ലോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം എന്താണ്, വെള്ളം അടിച്ചാൽ ആരെങ്കിലും റോങ് ആവും, എന്തേലും ഒരു സാധനം അന്ന് നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ഹോബികളിലൊന്ന് വെള്ളമടിയാണോ? അതൊരു മോശം ഹോബി ആയിട്ട് അതൊരു ഹോബിയൊന്നുമല്ല. അതായത് നമുക്കൊന്ന് ഫ്ലിപ്പ് ആവാനൊരു താല്പര്യം ഉണ്ടല്ലോ. ഫ്ലിപ്പല്ല, ഫ്രീ ഫ്ലിപ്പ് ആവുന്ന ഭയങ്കര. നമ്മൾ കുറെ ഇങ്ങനെ നമ്മള് അടക്കി പിടിച്ചിട്ടല്ലേ നിൽക്കണേ. ഇല്ല, നമ്മൾ എപ്പോഴും ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ വെള്ളമടി വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഒരു ഗ്രൂപ്പിൽ കാണുമ്പോൾ നമുക്ക് ഫിറ്റിൻ ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ നമ്മുടെ അകത്ത് കുറെ ഇൻഹിബിഷൻ കാണും, എന്താണ് പറയേണ്ടത്, ഇതാണോ പറയുന്നത് ശരി, അതാണോ, ആ ഒരു വാള് താരണം ഒരു 2 പേക്ക് അടിക്കും. പിന്നെ നമ്മൾ ഭയങ്കര, പക്ഷെ 4 കഴിഞ്ഞാൽ നിന്റെ ഇൻഹിബിഷൻ വല്ലാതെ മാറും ദീപു. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പേ ആയിരുന്നു ഒരാൾ വെള്ളമടി നിർത്തുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയിട്ടുള്ളത് ദീപു നിർത്തിയപ്പോഴാണ്. കാരണം അത് ആവശ്യമായിരുന്നു. എനിക്കിപ്പം അടിക്കാതെ ഇപ്പൊ ഇത്ര നാളായതിനു ശേഷം എനിക്ക് തന്നെ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും മാസത്തിൽ ഒരു റോങ് സാധനമെങ്കിലും കാണുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലാത്തോണ്ട് ജീവിതത്തിലൊരു സമാധാനമുണ്ട്. ഒരുപാട് കഥ പറയാം നമുക്ക്. അതെ, ഞാൻ അവസാനമൊക്കെ അടിക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ, ഇപ്പൊ നമ്മള് 10 പേര് ഔട്ടിങ്ങിന് പോവാണെങ്കിൽ അനീസയ്ക്ക് അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരാളെ എന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിർത്തും. അതായത് ഞാൻ എത്ര അടിക്കുന്നു, ഞാൻ 4 കഴിഞ്ഞിട്ട് പിന്നെ അടിക്കരുതെന്നുള്ളത് വേറെ ഒരാളുടെ ചുമതലയാണ്. ഇത് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന അർഷദാണ് ഫ്രണ്ട്. ആരെങ്കിലും ഏൽപ്പിക്കും. അപ്പൊ ദീപുവിനെ ശ്രദ്ധിച്ചോണം, 2-3 കഴിക്കാൻ അത് വേറൊരു സംഭവമാണ്. ചിലരുടെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഒരു 2 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള ഓളായാലും എനിക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് അതിന്റെ മുകളിലേക്ക് കഴിക്കണം 2-3 പേക്ക് ഉണ്ടെങ്കിൽ മതി എന്നുള്ളതാണ്. പിന്നെ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ വല്ല റിസോർട്ടൊക്കെ എടുത്ത് വേറെ സ്ഥലത്ത് കൂട്ടുകാരെ ഇനി വേറെ എങ്ങോട്ടും പോക്കൊന്നുമില്ല, ഇനി ഇവിടെ കിടന്ന് ഓഫായാൽ മതി എന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് അതിന്റെ മുകളിലേക്കുള്ള അടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ അത്ര ഇതിൽ നിർത്തും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചിലരുണ്ട്, അതായത് ഇത് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങാനും ചെറിയൊരു ഇതുണ്ടാവും. ഫസ്റ്റ് ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള എല്ലാ കുപ്പി തീർന്നവരടിക്കും, എഴഞ്ഞു പോയിട്ടൊക്കെ അടിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ അല്ല, ഇവ കാറ്റഗറി പെടുന്ന
അവൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ല ഞാൻ നിർത്തണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ചില സിനിമ കാണുമ്പോൾ രണ്ടുപേക്ക് അടിച്ചിട്ടിരുന്ന് കാണാൻ, അല്ലെങ്കിൽ വെറുതെ ഫ്രണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഓഫീസിൽ പോയിട്ടും, ഞാനിപ്പോ 3 മാസമായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ ഓഫീസിലെല്ലാം എന്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അപ്പം അതും കുറച്ച് ഇപ്പൊ എന്റെ US ടീം വന്നിട്ടുണ്ട്. അവരെ വെള്ളമടിക്ക് കൊണ്ടുപോകാന്നാണ് അതെന്റെ ഒരു ജോലി തന്നെയാണ്. കാരണം അവരുമായിട്ട് ബോണ്ട് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അത്ര പോലും ചെയ്യുന്നില്ല. ഞാനിപ്പോ എന്റെ ഓഫീസിൽ ഞാൻ അങ്ങനെ ആരുമായിട്ട് വലിയ ഫ്രണ്ട്സ് ഞാൻ പുറത്തേക്കായിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ആ ഒരു പുതിയ സാധനത്തിലോട്ട് അഡ്ജസ്റ്റ് ആവുകയാണ്. കാരണം ഞാൻ ഒരു 18 കോളേജിൽ കയറിയത് തൊട്ട് എന്റെ എല്ലാ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസും എന്തെങ്കിലും ഒരു അടിയാണ്. ആൽക്കഹോൾ ബേസിലുള്ള ഒരു ഹോമിയോ സൗഹൃദം. നമ്മള് തമ്മിൽ ആദ്യം പരിചയപ്പെട്ടപ്പോഴും ദീപക് ജില്ലയോട് നീ അടിക്കുമല്ലേ ഇതൊക്കെ എന്താ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. കാരണം ഞാൻ അങ്ങനെ അങ്ങനല്ല, ഞാൻ എന്നോട് ആദ്യമായിട്ട് ഒരാള് സാധാരണ നമ്മളെ കണ്ട അങ്ങനെ അടിക്കും അങ്ങനെ സംശയമല്ലേ, ഒരാൾ ഉറപ്പിച്ചങ്ങനെ നീ അടിക്കുമല്ലേ എന്നൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ വിളിക്കുക. അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്തിട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ, എന്നെ കണ്ട അങ്ങനെ അടിക്കുന്ന തോന്നുന്നു, അങ്ങനെയാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അല്ല ചോദിച്ചെനിക്ക് തോന്നി നമുക്ക് അടിക്കാം. ഒരു കൂളാവാനുള്ള ഒരു സാധനം. വലിയ കുടിയൊക്കെ ഞാൻ കുറെ ചെയ്തോണ്ടിരുന്ന, തുടക്കത്തിൽ ചെയ്തോണ്ടിരുന്ന ഒരു അക്സെപ്റ്റൻസ്. കാരണം എപ്പോഴും ഒരു ബുജിയായിരുന്നല്ലോ ആ ഒരു ഇമേജ്. സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞ വീട്ടുകാരായിട്ട് മറ്റേ ഹോട്ടൽ അല്ലെങ്കിൽ മറ്റേ സാധനത്തേക്ക് അത് മറ്റേ ബോട്ടിൽ ലെവലിൽ ഞാൻ ഒരു 4 അങ്ങോട്ട് പഠിക്കുമ്പം ബിയറാണോ ഹോട്ടാണോ എന്തോ അരിസ്റ്റ മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ചൊവ്വ കാരണം കുറച്ചതെന്നുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളും അടിച്ചു നമുക്ക് പിന്നെ തോന്നിക്കൊണ്ടിരിക്കുമല്ലോ എന്തോ പിടിക്കുന്നുണ്ട്, അടപ്പിലൊക്കെ തരുന്നത്. പക്ഷെ കൊള്ളാം ആ ഒരു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കള്ളൊക്കെ ചെത്തിയിറക്കണ കള്ള് എന്ന് പറയുന്നത് നമ്മുടെ അമ്മ വീട്ടിലൊക്കെ അവിടെ തെങ്ങും പറമ്പും ഇതൊക്കെ ഉള്ളപ്പോ അവര് ചെത്താൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ കുറച്ചുകൂടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് നമുക്ക് തരും. കാരണം എന്താ വെച്ചാൽ അപ്പന് വേണ്ടി വരും. അപ്പൊ അന്ന് അതൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇതിന്റെ ഒക്കെ ഇതൊക്കെ കുടിക്കുമ്പോൾ പോലത്തെ ഒരു തരിപ്പൊക്കെ ആണല്ലോ ഈ കള്ളിന്. നല്ല കള്ളിനുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. പിന്നെ ഇതായിട്ട് കള്ളു കുടിക്കുന്നത് പറയുന്നത് കോളേജിലൊക്കെ വരുമ്പോ ഫസ്റ്റ് ഇയറിലാണ് കള്ളു. +2 ചേട്ടനെ ഇപ്പൊ കോളേജിലാണല്ലോ +2. അപ്പൊ ചേട്ടനൊക്കെ ചെറിയ തോതിൽ അടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പം മേടിച്ച് വെച്ചിട്ടുള്ള സാധനം അടിച്ചിട്ട് വെള്ളം വെച്ചേക്കുന്ന സ്കീമൊക്കെ ആണ് ചെറിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആങ്കിൾമാരൊക്കെ കേൾപ്പിക്കുന്നത് ജോണി വാക്കർ കൊണ്ടതിലൊക്കെ എങ്ങനെ വെച്ചെന്ന് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് ഇതുള്ളതാ ഡ്രോപ്പുള്ള അതേതായിട്ടുള്ള ആദ്യമായിട്ട് പണി കിട്ടുന്ന ഞാൻ കൂടി കുപ്പിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായി. ആദ്യം നമ്മൾ ചെയ്തോണ്ടിരുന്നതായിട്ട് ഞാനൊരു ചേട്ടനുണ്ട്, നമ്മളിതുപോലെ രഹസ്യമായിട്ട് നമ്മൾ 2 മാത്രം അറിയും. പോവും പൊക്കും ഒഴുകി അടിക്കും വെള്ളം ഒഴിച്ചു വെക്കും. അമ്മയുടെ വീട്ടിൽ പോയി നിന്നതാ. അത് ആ ചേട്ടൻ അച്ഛന്റെ കസിന്, എന്റെ അച്ഛന്റെ വീട്ടിലുള്ള ബന്ധു. പക്ഷെ നമ്മളവിടെ പോയി ഇതുപോലെ സാധനം ഉണ്ടെന്ന് മനസ്സിലായി. നമ്മളിതുപോലെ പാത്രം മതിക്കും പോയി സാധനം എടുക്കും, അടിക്കും, വെള്ളം ഒഴിച്ചു വെക്കും. പക്ഷെ പിന്നെ ഒരു ദിവസമാണ് ആദ്യമായിട്ട് അന്നാണ് എനിക്ക് ആ സാധനം മനസ്സിലാവുന്നത്. കുപ്പിയുടെ മേളിലൊരു പരിപാടിയുള്ളത്. അന്ന് ഇതുപോലെ ഒഴിച്ചടിച്ച് തിരിച്ച് വെള്ളം ഒഴിക്കരുത്, നമ്മളോട് ഇത് ഇളക്കാൻ പറ്റും, എന്തെങ്കിലും മാറ്റാൻ പറ്റില്ല. അന്ന് നോക്കി അതിനാണല്ലേ അവർ അങ്ങനത്തെ സാധനം വെക്കണം. തിരിച്ച് വെള്ളം ഒഴിക്കാൻ പറ്റൂല. അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? ചേട്ടൻ അടിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ആ സമയത്ത് +2 എനിക്ക് എന്റെ ഒരു അങ്കിള് അമ്മയുടെ ആങ്ങളെ ആദ്യമായിട്ട് എനിക്ക് മദ്യം വഹിച്ചു തരാണ്. വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ 2 പേരുള്ള സ്ഥിതിക്ക് ഞാൻ പറ്റില്ലല്ലോ. അപ്പൊ ചേട്ടൻ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം വായിലെടുത്തിട്ട് ടേസ്റ്റ് പറ്റാണ്ട് ഞാൻ തുപ്പിക്കളഞ്ഞു. ചേട്ടനൊക്കെ അത്ഭുതത്തിൽ നോക്കിയിരുന്നു. അപ്പൊ വിചാരിച്ചു ഇപ്പൊ ഇനി കള്ളു പിടിക്കില്ലായിരിക്കുന്നു. പക്ഷെ ഫസ്റ്റ് ഇയർ ടൂർ പോകുന്ന സമയത്ത് ജോബി വെച്ചിട്ട് ഒരൊറ്റ പിടി എന്നിട്ട് അച്ചാറും പിടിച്ചിട്ട് ആദ്യം കുടിച്ച ഞാൻ ഇതെങ്ങനെ ആൾക്കാർ കുടിക്കാൻ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു, ചേട്ടനോട് ചോദിച്ചു എന്തിനാണത് ടേസ്റ്റ് ഈ സാധനം സഹിച്ചിട്ട് ഇതെങ്ങനെ കുടിക്കുന്നത്? ഇത് ശരിക്കും ടേസ്റ്റ് മറ്റേ കിക്കിനല്ലേ? അതല്ലേ ഭയങ്കര വൃത്തിയായിട്ട ചോദ്യം. ഞാനാണെങ്കിൽ പെപ്സിയും കൊക്കക്കോള പോലും കുടിക്കൂലല്ലോ. ഞാനിപ്പോ എന്റെ വീട്ടിലും എന്റെ കസിൻസിന്റെ ഇടയ്ക്ക് എനിക്ക് അതാണ് ഇമേജ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതുപോലും കുടിക്കാത്ത ഒരാള്. ഞാൻ എനിക്ക് കൊക്കക്കോളയെ കുടിക്കുന്നത് മിക്സറായിട്ടാണ് ഞാൻ കുടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പെപ്സി കൊക്കക്കോള പോലും കുടിക്കാറില്ലല്ലോ. അപ്പൊ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് തിന്നിട്ട് അത് കുടിക്കാറില്ല. ഇല്ല ഞാൻ കുടിക്കാറില്ല.
നിനക്ക് അങ്ങനെ കഞ്ഞി കുടിച്ചാലും അപ്പൊ എനിക്ക് ആദ്യം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാ ഇങ്ങനെ ഇതെങ്ങനെ ആൾക്കാർ കുടിക്കണം അങ്ങനത്തെ വൈബായിരുന്നു. അവസാനമായപ്പോ ഞാൻ OMR ടെട്രാ പാക്കിൽ നിന്ന് കീറിയൊക്കെ എടുത്ത് കുടിച്ചു. OMRന്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോ പാവല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഗുണമുണ്ടെന്നുള്ള വിചാരം ആ കിക്ക് കിട്ടുന്നത് ടേസ്റ്റിന് വേണ്ടിയല്ല. ഇപ്പോഴും കഴിക്കുമ്പോ കയ്പും കവർപ്പും തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ കോളേജിൽ കഴിച്ച സമയത്തുണ്ടല്ലോ, ഫസ്റ്റ് ഇയർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കുടിക്കാൻ ഇഷ്ടമല്ല. കാരണം വെള്ളം ഒഴിച്ചത് ഇത് ഇത്രയും കുടിക്കണ്ടേ. ഞാൻ ആ സമയത്ത് അടിച്ചേർന്നത് ഡ്രൈ അടിച്ചേർന്നത്. അപ്പൊ പിള്ളേര് ഡ്രൈയാ, ഞാൻ വെള്ളം ഒഴിക്കില്ല, ഞാൻ ഡ്രൈഡാ, എനിക്കിത് പക്ഷെ അത് നമ്മുടെ ഒരു മാറ്റം. എനിക്ക് ഇപ്പൊ ഞാൻ കുടിക്കുമ്പോ ഫുൾ വെള്ളം ഒഴിക്കും. എന്നിട്ട് വളരെ സ്ലോ ആയിട്ടോ ഞാൻ കഴിക്കുള്ളൂ. കോളേജില് നീ കോളേജിൽ ഫുൾ കുടിയായിരുന്നോ? കോളേജിൽ അത്യാവശ്യം ഞങ്ങളെ വെള്ളിയാഴ്ചകളിൽ യൂണിഫോം ഇട്ടിട്ട് ഷാപ്പിൽ പോകും. ID കാർഡൊക്കെ ഇട്ട് കുറെ പിള്ളേർ. എന്താ വെച്ചാൽ അവിടെ ഷാപ്പിൽ ഊണ് നല്ലതാ. അപ്പൊ ആൾക്കാരുടെ ചെറിയ ഊണൊക്കെ കഴിക്കാൻ വരുന്നതായിരിക്കും. ഊണൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വിചാരിക്കും എന്നൊരു കുപ്പി പറഞ്ഞേക്കാം, ഒരു കുപ്പി കഴിയും. അപ്പൊ കുപ്പി അടിച്ച് കഴിയുമ്പോൾ വിചാരിക്കും എന്നാ പിന്നെ ഉച്ചയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ പോയേക്കാം, എന്നാ പിന്നെ ക്ലാസ്സിൽ കയറണം. ഷാപ്പി സ്റ്റുഡന്റ് കൺസെഷൻ ഉണ്ടായിരുന്നു, SC ഉണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജ് മാഗസിൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ കോളേജിലെ മാഗസിൻ എഡിറ്റർ പിള്ളേര് കംപ്ലീറ്റ് ഇതിന് പരസ്യം പിടിക്കണമല്ലോ, ഒരു കുട്ടിക്കാളി ഇതിന് പരസ്യം തരണ്ട. നമ്മൾ കോളേജ് മാഗസിന്റെ പരസ്യത്തിന്റെ ചർച്ച ഇവിടെ ഇരുന്ന് നടക്കാം ഷാപ്പില്. അപ്പൊ ഷാപ്പിൽ ചേട്ടാ പരസ്യം വേണമെങ്കിൽ നമ്മൾ കേട്ടോ, എന്നിട്ട് പേജ് ബാക്ക് പേജ് എന്ത് പേജ് ആണെങ്കിലും ഫസ്റ്റ് പരസ്യം തരാൻ റെഡി ചെയ്തതാണ്. അത് ചെന്നിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറ് ചേട്ടാ ഞാനല്ല നമ്മുടെ വിനു വിൽഫ്രഡ് മാഗസിൻ എഡിറ്റർ, ഞാൻ എന്റെ എഡിറ്റർ. അപ്പൊ വിനു വിൽഫ്രഡ് പറഞ്ഞു പരസ്യം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് സാറ്, പക്ഷെ ഇടാൻ പറ്റുന്ന സംശയം. എന്താ പൂപ്പത്തി ഷാപ്പിന്റെയാണ്, അതെങ്ങനെയാണ് കോളേജ് മാഗസിൻ പരസ്യം ഇട്ടാ ചരിത്രമായത്. അല്ല ഇവരും ആൽക്കഹോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടെന്നാണല്ലോ. പക്ഷെ അതല്ലേ അവര് CD മ്യൂസിക് CDs പൂപ്പത്തി ഷാപ്പിന് ഊണ് പരസ്യം ചെയ്യാലോ. പക്ഷെ അത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന സാധനങ്ങളൊന്ന്, സർക്കാർ ടാക്സ് വരുന്ന സാധനങ്ങളൊന്ന്, എല്ലാവരും അറിഞ്ഞറിയാതെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളൊന്ന്, എന്നിട്ട് അതിനകത്ത് ഇത് കുടിക്കാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, ഇത് മാർക്കറ്റ് ചെയ്യാൻ പാടില്ല. അത് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, നീ എല്ലാവരും പറഞ്ഞ കാര്യം ഇപ്പൊ പഞ്ചസാര കഴിച്ചാൽ പ്രശ്നമുണ്ട്, ഇത് കഴിച്ചാൽ പ്രശ്നമുണ്ട്, എല്ലാം കഴിക്കുന്ന ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിൽ ആരോഗ്യത്തിന്റെ പ്രശ്നം രണ്ടാമത്തെ ഘടകമാണ്. നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും വേറെ അതിന്റെ ഒരു സൈഡിലേക്ക് പോണേ. അപ്പൊ ഈ പറഞ്ഞ പോലെ വള്ളി പിടിക്കണമാര് കുറെ ഉള്ളടത്ത് ഇവൻ വള്ളിയല്ല, ഇവൻ കൊടുവള്ളി പിടിക്കും, ഒരു ചെറിയ വള്ളി പിടിക്കും. അവൻ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ പലരും വെള്ളം അടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇവൻ അടിക്കുമ്പോൾ മാത്രമേ എനിക്ക് അവനത് ആ ലിമിറ്റിലാണെന്ന്, അത് അടിക്കുമ്പോൾ ലിമിറ്റിലാണ്, അടിച്ചു കഴിഞ്ഞാൽ ലിമിറ്റിലാണ്. അവൻ പച്ചക്ക് നിന്നാമത്തെ വെള്ളം വള്ളി പിടിക്കുന്നത്, അടിച്ചു കഴിഞ്ഞാൽ ഡീസന്റ് ആണെന്ന്. ഇന്ന് രണ്ടെണ്ണം കൊടുത്ത് ഇന്നും വൈകിട്ട് രണ്ടെണ്ണം കൊടുത്ത് നിർത്തുന്നതാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, നോർമലി പിടിക്കുന്ന വള്ളി പിടിക്കാറില്ല. പക്ഷെ ആൾക്കാർ കേൾക്കുമ്പോ വിചാരിക്കില്ല ഞാൻ വെറുതെ അങ്ങനത്തെ വല്ലിയല്ല. അല്ല നോർമൽ ആവുന്നത് വെള്ളം അടിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ തിരിച്ചു കളഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല ജോൺ ചേട്ടൻ എനിക്ക് വലിയൊരു അടിക്കുന്ന ആ ഒരു കിളിയായി പോണം. അടിക്കുന്നതും അടിച്ചു കഴിഞ്ഞുള്ള വ്യത്യാസം മനസ്സിലാവുന്ന സ്കീമില്ല. ഭയങ്കര ഡിഫറൻസ് അറിയാൻ പറ്റും. ഇവന്റെ ശരിക്കും അറിയാൻ പറ്റും, നിന്റെ കുഴപ്പമില്ലാതെ അറിയാൻ പറ്റും, അവന്റെ അങ്ങനെ അറിയാൻ പറ്റത്തില്ല. അത് ഞാനൊക്കെ ഒരു വലിയ അറിയാറില്ല കേട്ടോ. ഇതിന്റെ ഏറ്റവും പ്രശ്നം ഇവൻ ഇത് അറിയാറില്ല എന്നുള്ളതാണ്. ജോൺ അറിയാറുണ്ടോ നീ മാറി എന്നുള്ള കാര്യം? എനിക്ക് രണ്ടു അറിയാൻ പറ്റും. 6 കഴിഞ്ഞാൽ കോളേജിൽ ഞാൻ ആ സാധനം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ആ ഒരു മൂഡും ഞങ്ങളുടെ കമ്പനിയും. സത്യം പറഞ്ഞാൽ ഞാൻ കോളേജ് വിട്ടതിന് ശേഷം കള്ളുകൂടി വളരെ കുറവാണ്. ഇല്ല, നമ്മള് പ്രായമാകുന്തോറും നേരത്തെ പോലെ അടിക്കാനൊന്നും പറ്റൂല. അത് മാത്രല്ല, അല്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഒരിക്കലും എന്തായാലും ഒറ്റയ്ക്കിരുന്ന് എനിക്ക് കഴിക്കാൻ യാതൊരു താല്പര്യം, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും ആ കമ്പനിയാണ് അതിന്റെ രസം. അതില് പിന്നെ എനിക്ക് അതിൽ തന്നെ തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ 1-2 പ്രാവശ്യം ഇവരുടെ കൂടെ കള്ളു കുടിക്കാണ്ടിരുന്നുണ്ട്. ഈ ലോകത്തെ
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കള്ളു കുടിക്കുന്ന ഒരു ഗ്യാങ്ങിൽ വെള്ളടി. ഇവനൊക്കെ ഇവനൊക്കെ എന്ത് പേടാന്ന് നമുക്ക് അപ്പൊ തോന്നി. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാ, അതായത് കള്ളു കുടിക്കുന്ന ഒരു സദസ്സിൽ കള്ളു കുടിക്കാണ്ട് ഇരിക്കാന്ന് പറയുന്നത്. അത് ഞാൻ പറയാം, അതിനകത്ത് എനിക്ക് ഒന്ന് ഇപ്പോഴും ഞാൻ അനീസിക്ക നമ്മൾ അടിക്കാതിരിക്കുമല്ലോ കൂടെ. പക്ഷെ പറഞ്ഞ പോലെ നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്ത് കളിയാക്കണമല്ലോ, മറ്റാൾ അടിച്ചിട്ടിരിക്കുമായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇത് പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിയായിട്ട് ചോറിയാം. അപ്പൊ അനീസിക്ക അതിനകത്ത് കയറും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ വിടും, പക്ഷെ അനീസിക്ക വിടത്തില്ല, അത് തന്നെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇയാളാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ കിളി. ഭയങ്കരമായിട്ട് ഹൈ ആയി കളയും. ഭയങ്കര നമ്മള് ചുറ്റിരിക്കുന്ന ആൾക്കാർ ഏത് മൂഡിലാണോ അതിന്റെ ഒരു ചെറിയ മേളിൽ. അനീസിക്ക് ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ട്രിപ്പ് എന്നൊന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ പറയുന്ന ട്രിപ്പിംഗ് എനിക്ക് തോന്നുന്നു ഇതില്ലാതെ കിട്ടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മധുരം കഴിച്ചാൽ ട്രിപ്പ് ആവും. ഞാൻ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ ട്രിപ്പ് ആവും. എനിക്ക് ഇത് കുടിച്ചിട്ട് ഇങ്ങനെ ഹൈ ആണോ, അല്ലാതെ ഹൈ ഉണ്ട് എനിക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ അടി നിർത്താനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ കമ്പനി അല്ല അടി കമ്പനി ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ കയറുമ്പം എനിക്ക് എങ്ങനെയാണ് പെരുമാറാൻ, കാരണം അറിയാവുന്ന എല്ലാവരും അടിക്കുന്ന ആൾക്കാരല്ലേ, അവരെല്ലാം അടിക്കുമ്പോൾ അടിക്കാതെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു. ആ ഒരു ഓക്വേർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുറെ അടി. അല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻഹിബിഷൻ പിടിക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും മനുഷ്യർ ഇപ്പൊ ഇൻട്രോവേർട്ട് എന്നൊരു കണ്ടീഷനോ അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പോട്ടെ, സാധാരണ ഒരു നോർമൽ മനുഷ്യൻ ഒരാളോട് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഓപ്പണായിട്ട് സംസാരിക്കണമെങ്കിലോ ഒക്കെ ഇത്രയും പിടിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? രണ്ടെണ്ണം അടിച്ചാലേ ഞാൻ സംസാരിക്കൂ. അങ്ങനെ ഞാൻ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി രണ്ടെണ്ണം അടിക്കില്ല. എനിക്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, അടിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത്. അടിച്ചിട്ട് സ്റ്റേജിൽ കയറി ചിലപ്പോൾ ഞാൻ വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ പെർഫോം ചെയ്തിരിക്കും. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പോലെ അത് ട്രൈ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ഇത് ചെയ്യണമെന്നില്ല. അതിന് മാത്രമൊന്നും മദ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലല്ലോ. അല്ലാതെ ഞാൻ പറയണ്ട, ഈ പറഞ്ഞ ഒരു സാധനല്ലേ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഒരെണ്ണം അടിച്ചിട്ട് കയറി. അങ്ങനെയാണ് അത് ഒരു എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, അടിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരും റിലേറ്റ് ചെയ്യാൻ കാര്യം. ഏതൊരു സാധാരണ നമ്മളിപ്പോ പെർഫോം ചെയ്യാൻ പോകുമ്പോഴായാലും സാധാരണ ഒരു ഓഡിയൻസ് ഇങ്ങോട്ട് തിരിച്ച് ഇന്ററാക്ട് ചെയ്യില്ല. പക്ഷെ നമ്മളൊരു മറ്റേ കോർപ്പറേറ്റ് ഷോക്ക് പോകുമ്പോൾ ലിക്കറുള്ള ഷോ ആണെങ്കിൽ എല്ലാരും തിരിച്ചു പറഞ്ഞോണ്ടിരിക്കും, ആവശ്യമില്ലാത്തവർക്കൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആക്ച്വലി നമ്മള് കറക്റ്റ് ആൾക്കാർ ഒരു പെഗ് കയറിയാൽ നല്ല ക്രൗഡായിരിക്കും. ഒരു 3-4 പെഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറിയിട്ട് കാര്യമില്ല, ഭയങ്കര അലമ്പ് ക്രൗഡാണ്. അപ്പൊ ഞാനൊരിക്കലും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അത് ഉണ്ടായാലേ ഇത് പറ്റുള്ളൂ. എനിക്ക് വല്ലാണ്ട് ഒരാളോട് സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രധാന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളുപിടിക്കുമ്പോഴായിരുന്നു. എല്ലാ കള്ളുപിടിക്കുമ്പോഴും ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കുടിച്ചിട്ടില്ല എന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ക്രഷ് റോട്ടിക്കൂടെ മറിച്ച ക്രഷ് അല്ലേ? തൃശ്ശൂർ ടൗൺ മൊത്തം ക്രഷുകളാണല്ലേ? അല്ല അതല്ല, ഇല്ല ക്രഷ് ആവാനൊന്നും അധികം ഞാൻ പറഞ്ഞില്ലേ, ബോയ്സ് സ്കൂളിലൊന്നും മുഴുവനും കഴിഞ്ഞിട്ടില്ല. പിന്നെ +2 വന്നിടത്തൊന്നും അധികം അങ്ങനെ പെൺപിള്ളേരൊന്നും ഇല്ലാണ്ട് നമ്മൾ കോളേജ് വരുമ്പോഴാണ് പെൺപിള്ളേരെ കാണുന്നത്. എനിക്ക് ഈ പെൺപിള്ളേരോട് സംസാരിക്കാനേ അറിയില്ല. ആ ഒരു ഇന്ററാക്ഷൻ തീരെ കുറവായിരുന്നു. ഞാൻ നല്ല രീതിയിലൊക്കെ ചമ്മും. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, സംഭവം തോന്നിയിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഇതുപോലൊരു പരിപാടിയുടെ ഇടയിൽ, പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മദ്യത്തിലാസ്പദമായ പരിപാടികളാണ് കോളേജിലെ എല്ലാ പരിപാടിയും. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് അവളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് തന്നെ അറിയാം, ഏതാ ക്ലാസ് എന്ന് അറിയുന്ന പോലെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമാണെന്നുള്ളത്, അത് താല്പര്യമില്ല പറഞ്ഞു. ഓക്കെ ഞാൻ പോകുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം അവൻ പറഞ്ഞു ഏത് പെൺപിള്ളേരാണെങ്കിലും ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഇത് ഞാനിത് അജണ്ടാക്കി ഓണം ക്രിസ്മസ് എല്ലാ പരിപാടിക്കും 2 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ അന്വേഷിച്ചു. എന്നിട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയും, അവളെ റിജക്ട് ചെയ്യും. അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു മറുപടിയൊക്കെ എനിക്കറിയാം, ഇത് ഇങ്ങനെ പറഞ്ഞാൽ 10 തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ ആ അപ്രോച്ചും രീതികളൊക്കെ വളരെ ബോറായിരുന്നു. മറ്റേ പ്രൈമലിയിൽ പറഞ്ഞ പോലെ എന്നിട്ട് അമൽ ഡേവിസിന് സ്റ്റോക്കിങ് എന്താണെന്നറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് പൈസ ഇട്ടിട്ടുണ്ട് പറഞ്ഞാല്. എൻ്റെ ആ സമയത്ത് അപ്രോച്ച് അതായിരുന്നു, സ്റ്റോക്കിംഗ് ആയിരുന്നു. വളരെ മോശമായിരുന്നു. കുറ്റവാദമുണ്ട്. ഇത് കാണുന്ന വീണ്ടും ഫോൺ ചെയ്തിട്ട് പേര് പറഞ്ഞ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അറിയാം, പക്ഷെ 10 ഭാര്യ കണ്ടാൻ പിടിക്കും.
ഇത് ഇങ്ങനെ നമുക്ക് ഈ ഇന്നിവിഷം മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് നമുക്ക് പലരും ഇതേപോലെ സ്റ്റേജിൽ കയറുമ്പോഴും ഇപ്പൊ ക്രൗഡ് വർക്ക്, കാരണം ആൾക്കാർക്ക് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവര് ഭയങ്കര തമാശയാണെന്ന് തോന്നൂല. അപ്പൊ ആൾക്കാർ വെള്ളം അടിച്ചിട്ട് പറയും എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം, ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാം, ഞാനും ഭയങ്കര തമാശയാണ്. കാരണം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 കഥ പറയാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ പ്രാവശ്യം ചെയ്താലേ കഥ കിടന്ന് വലിഞ്ഞ് നീണ്ട് ക്രൗഡ് വർക്ക് വേണമെങ്കിൽ ചിലപ്പോ ഒരു അതിനൊരു ടാലന്റ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ചിലപ്പോ. നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനി വർക്കായാലും റിസ്ക് അല്ലേ. വർക്കായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അടിച്ചിട്ട് കയറണ്ടേ അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മളൊരു സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിനോടൊരു അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴല്ല അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ മലയാളികൾ വെള്ളമടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പുറത്ത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ല ബാക്കിയുള്ളവരും വെള്ളമടിയുണ്ട്, പക്ഷെ നമ്മുടെ കൾച്ചറിൽ വെള്ളമടി കുറച്ചുകൂടെ ഒരു സെലിബ്രേറ്റഡ് സാധനമാണ്. ഓണത്തിനൊക്കെ ഭയങ്കര റെക്കോർഡ്സ് വരുന്നതൊക്കെ നമ്മൾ കാണും. പക്ഷെ വേറെ ഏത് സ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ പിടിക്കുന്നത്? എനിക്ക് അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാ റീൽ കണ്ടപ്പോ ആദ്യത്തെ 5 ആ സ്റ്റേറ്റില് കേരള ക്യാപിറ്റൽ നമ്മൾ കുറവാണ്. അത് നമ്മൾ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് കൂടി ആയിരിക്കത്തില്ല. അതായത് നമ്മള് മേടിക്കുന്ന സാധനത്തിന്റെ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് പൈസ കൂടുതൽ. വെളിയിലൊക്കെ പൈസ കൂടുതൽ എന്നുള്ളതല്ലല്ലോ, നമ്മൾ ആകെ കേൾക്കുന്ന ഒരു കടക്കെന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നുള്ളതല്ല. കഴിഞ്ഞ വർഷത്തിനൊക്കെ കൂടുതൽ കുടിക്കുന്നുണ്ട്. മലയാളികൾ എല്ലാ വർഷവും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലല്ല, പെർ ആൽക്കഹോൾ ലിറ്റർ കൺസംഷനിൽ നമ്മൾ ടോപ്പ് 10 എന്തോ വരുന്നില്ല. ഇല്ല, പെർ ക്യാപിറ്റ ആൽക്കഹോൾ കൺസംഷനിൽ നമ്മൾ ടോപ്പ് 10 കേരളം. ഞാൻ റീൽ കണ്ടപ്പോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരാളോട് ഗസ് ചെയ്യാനാ പറയണേ, 1, 2, 3, 4, 5 ഇതിലുള്ളത് പറയണേ. ഗോവയാണ്. ഈ ആന്ധ്രാപ്രദേശോ ഏതൊരു സൗത്ത് സ്റ്റേറ്റ് തന്നെയാണ് ടോപ്പ്. ടാക്സ് കുറവല്ല, എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ അവിടെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. നമ്മൾ ഈ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്നതിന്റെ ഒരു കാരണം നമ്മുടെ ടാക്സ് കൂടുന്നതും നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനം അടിക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ എന്ത് ക്വാളിറ്റി ജവാൻ എന്നൊക്കെ പറയുന്ന ചിലപ്പോ ഒറീസയിലെ ഏറ്റവും ടോപ്പ് സാധനമായിരിക്കും, അവിടുത്തെ കോടീശ്വരന്മാര് പിടിക്കണായിരിക്കും ജവാൻ. ക്വാളിറ്റി വ്യത്യാസമുണ്ട്, ഇത് കുടിക്കും മനസ്സിലാവും. പക്ഷെ അതൊക്കെ ഭയങ്കര വൃത്തികെട്ട ചോദ്യം. ഞാനാണെങ്കിലൊക്കെ നമ്മള് കോളേജിലാണെങ്കിൽ അടിച്ചു തുടങ്ങുമ്പോ പിന്നെ ഞങ്ങൾ കോളേജിൽ ആദ്യമൊക്കെ കുടി തുടങ്ങുന്ന സമയത്ത് നല്ല ഇതിനെക്കാട്ടി കുറവ് നമ്മൾ പോവില്ല, കാരണം ബാക്കിയുള്ളവരാണ് അടിക്കുന്നത്. നമുക്കൊരു ക്ലാസ് ചിന്താഗതിയുണ്ട് വെള്ളം അടിച്ച. ഞങ്ങൾക്ക് അങ്ങനെയല്ല, പിന്നെ നമ്മൾ 2 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആണ്. നമുക്ക് ഇതില്ല, വ്യത്യാസമില്ല. നമ്മള് തുടങ്ങുന്ന സമയത്ത് ടൂറിനൊക്കെ പോണ സമയത്ത് ഇത് മേടിച്ചുകൊണ്ടുപോകും, ഒക്കെ നല്ല സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ്. അപ്പൊ അതിലൊരെണ്ണത്തിന്റെ അടുത്ത് സീൽ വെട്ടി കൊടുത്തു, അവൻ കുടിക്കുന്നില്ല, അവൻ കരാട്ടക്കാരനാ, അവന് കുറ്റബോധം, ഒടുക്കത്തെ കുറ്റബോധം. അന്നൊക്കെ ടൂർ പോകുമ്പോ എവിടെ ഇറങ്ങിയാലും തമിഴ്നാട് കേരളം ബോർഡർ ഇടുന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു തമിഴാ, അണ്ണ ഇങ്ങ ഏതാവത് കിടക്കുമ്പോ ഇറങ്ങിട്ട് ഇങ്ങ ഏതാവത് കിടക്കുമ്പോ ചോദിച്ച് സാധനം തപ്പിങ്ങനെ നടക്കും. അപ്പൊ ആദ്യമൊക്കെ അടിച്ചേർന്ന് ഫുൾ നല്ല പിരിവിടുമ്പോഴും നല്ല റേറ്റ് കാശിന്റെ സാധനങ്ങൾ അടിച്ചു. അവസാനമൊക്കെ ഇപ്പൊ ഈ ജൂനിയേഴ്സ് പിള്ളേരെ നിന്നൊക്കെ കാശ് മേടിച്ചിട്ട് 200 രൂപയ്ക്ക് ലിറ്റർ കിട്ടണം മദീരാന്ന് പറഞ്ഞ സാധനം. ഞങ്ങള് നമ്മൾ അടിച്ചോണ്ടിരുന്ന ഒരു വിസ്കി ഭയങ്കര ഗോൾഡൻ ഈഗിൾ എന്തോ പറഞ്ഞിട്ട് അവസാനം അവിടുത്തെ ബീവറേജിൽ ചേർന്നില്ലേ നമ്മൾ കുറെ പ്രാവശ്യം നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ആളെ തന്നിട്ടില്ല, ഇതിനെത്ര മധുരൊന്നും ഇല്ലാത്ത മദീര. അല്ല, ഈ നേരെ കലങ്ങാത്ത വിസ്കി കിട്ടും, അതായത് പൊടിയൊക്കെ മാറി നിൽക്കണം. എന്ന് വെച്ചാൽ മിക്സിങ് പോലും നേരെ ചെയ്യാത്ത. ഈ സാധാരണ ഈ ഡിസ്റ്റിൽഡ് ആണല്ലോ സാധനം, അപ്പം ഇവർക്ക് ചീപ്പായിട്ട് വെക്കാൻ വേണ്ടി നേരെ ചെയ്യാത്ത. ഞാൻ അഹമ്മദാബാദ് പഠിച്ചിരുന്ന സമയത്ത് അഹമ്മദാബാദിൽ ബാൻഡ് ആണല്ലോ, അപ്പൊ ബാൻഡ് ആയതുകൊണ്ട് ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ എപ്പോ വിളിച്ചാലും കിട്ടും സാധനം. കാരണം അങ്ങനെ കിട്ടും, നമ്മളെ വിളിച്ചാൽ കിട്ടും, ഭയങ്കര എളുപ്പത്തിൽ കിട്ടും. ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റ് ആണ് അവിടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ പുറത്താണല്ലോ നമ്മുടെ അഡ്രസ്സ്. എന്നിട്ട് നമ്മൾ ഒരു ലോക്കൽ ആളുടെ അഡ്രസ്സും കൂടെ വെച്ചിട്ട് നമ്മളൊരു പെർമിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് ആഴ്ചയിൽ 8 ബിയർ വെച്ച് അല്ലെങ്കിൽ 2 ഫുള്ള് അങ്ങനെ എടുക്കാം. അങ്ങനെ 4 ആഴ്ചയുടെ പെർമിറ്റ് കിട്ടും. അങ്ങനെ നമ്മളൊരു 4-5 മാസം പോയി കഴിഞ്ഞ് നമ്മളതൊരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അവർ പൊക്കും, പിന്നെ നമുക്ക് കിട്ടൂല സാധനം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയും. പക്ഷെ വിളിച്ചു പറഞ്ഞിട്ടും അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ റേറ്റ് ചെയ്യും. ഇപ്പം റോയൽ സ്റ്റാഗ് 1500-1800 ആവും ബ്ലാക്കിന് മേടിക്കണേ. നമ്മൾ പിന്നെ അവസാനമാകുമ്പോൾ ഭയങ്കര കൂതറ. അവസാനമാകുമ്പോൾ നമ്മൾ അടിച്ചടിച്ചടിച്ച് നമുക്കറിയാം ചില ഈ ഇല്ലീഗൽ തരുന്ന ആൾക്കാർ ശരിക്കും കലക്കിക്കൊണ്ടാണ് വരുന്ന സാധനം. അവര് സീലൊക്കെ അടിച്ചിട്ടുള്ളതാണ്. അത് അടിച്ച് ഫുഡ് പോയ്സണിങ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടിച്ചടിച്ചടിച്ച് അവസാനം
അവസാനം നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് അല്ലേ, ബോധം പോകാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ലേ, ഭയങ്കര ഇത്ര അടിച്ച് ബോധമുണ്ട്. അങ്ങനെ അവസാനം അതൊക്കെ മേടിച്ച് അടിച്ച് നാളെ ഇതില് ഏറ്റവും മനസ്സിലാക്കൊള്ളാന്നറിയോ, ഈ കിട്ടൂല എന്ന് വന്നു കഴിഞ്ഞത് ഒപ്പിക്കാനാണ് എപ്പോഴും ഉള്ളൊരു ഇത്. ഒന്നാം തീയതി എല്ലാവർക്കും അടിക്കാൻ തോന്നണ, എല്ലാരും കൂട്ടത്തില് വല്ലപ്പോഴും കുടിക്കണം. ഇപ്പൊ ചിലപ്പോ ഞാനൊക്കെ ചിലപ്പോ ഒരു ഐഡിയ പറയുന്നുണ്ട് ഒന്ന് അടിച്ചാലും എന്ന് പറയുമ്പോ ചിലപ്പോ കലണ്ടർ നോക്കി ഒന്നാം തീയതി അതൊരു സാധനം കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണമെന്ന് പാഷൻ ഫ്രൂട്ട്. ഇത് ബെറി മിന്റ്, അത് നല്ലത്. പാഷൻ ഫ്രൂട്ട് അല്ല അത് പാഷനാണോ? പാഷനാണ്. അടിയിൽ പാഷൻ ഫ്രൂട്ടിന്റെ കുരു കിടക്കുന്നതല്ലോ. അത് പാഷൻ ഫ്രൂട്ട് തന്നെ. പക്ഷെ ഈ ഇങ്ങനെ ഈ അടിച്ച് ആണത്വം കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് കൂടുതൽ അടിക്കണവനാണ് അത് ഒരു നമ്മളിപ്പോ കോളേജിലെ ഏറ്റവും വലിയ ലെജൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം കോളേജിലോട്ട് കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇയാള് 2 കുപ്പി ഒറ്റ രാത്രി ഇരുന്ന് ഒറ്റയ്ക്ക് അടിച്ചിട്ടും ഇയാള് ബൈക്ക് ഓട്ടിച്ച് സിഗരറ്റ് മേടിച്ചിട്ട് വരുന്ന ആളാണെന്ന് പറഞ്ഞാണ് കോളേജിൽ ഏറ്റവും വലിയ. അല്ലാതെ അവിടെ പോയിട്ട് ഏറ്റവും നല്ലപോലെ പഠിച്ച് ജോലി കിട്ടിയ രണ്ടാമത്തെ ബാങ്കിൽ അവൻ മെൻഷൻ വരും, എന്തിനാ ക്ലാസ്. അപ്പൊ നമ്മൾ ഇതാണോ നമ്മളിങ്ങനെയാണ് ആവേണ്ടതല്ലേ. മറ്റേ ഓണം പരിപാടിക്ക് ആ ഒറ്റ ബോട്ടിൽ അടിച്ചിട്ട് സൈക്കിൾ സ്ലോ റേസിലിട്ട് സൈക്കിൾ ഇപ്പൊ നിന്നാ ചേട്ടൻ എല്ലാരും ചവിട്ടി പോയി. പുള്ളി അവിടെ നിന്ന് സ്ലോയിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാരും വീണ് കഴിഞ്ഞിട്ട് പുള്ളി മാസിന് ചവിട്ടി അല്ല ഇങ്ങനെ പറഞ്ഞ ഒരു 8 വർഷമായിട്ട് അവിടെ നിൽക്കുക. എല്ലാത്തിനുള്ളവരുണ്ട് കേട്ടോ, സൂപ്പർ അടി അടിക്കും, പഠിക്കണത് പഠിക്കുകയും ചെയ്യും. നമ്മളുടെ കോളേജിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഓണപരിപാടി അങ്ങനെയുള്ള സാധനത്തിനിടയിൽ അടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പിള്ളേർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനൊന്നും ഇതില്ല. അതിപ്പോ എന്തെങ്കിലും വടംവലി കാണാൻ നിൽക്കുകയാണോ അവിടെ തിരക്ക് നിൽക്കുമായിരിക്കും. അപ്പൊ സാറുമാരുടെ മാറി കിടക്കാൻ വടംവലി ചിലപ്പോ സാറുമാരായിട്ട് അടിയാവും, തെരുവിളിക്കലും പ്രശ്നവും. കാരണം മനസ്സിലാകത്തില്ല, എല്ലാരും മറ്റേ കുർത്തിയും മറ്റേതൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും ബഹളമൊക്കെ ആയി. എനിക്ക് മറ്റേ നേരത്തെ പറഞ്ഞ മറ്റേ എന്നെ പറയണ മറ്റേ കള്ളത്തിൽ മറ്റേ മദ്യം മറ്റേ കലക്കി ഉണ്ടാക്കണ എന്താ പറയല്ലോ, ബൂട്ട്ലെഗിങ് അല്ല കള്ളത്തരത്തിന് എന്താ പറയൂലേ, ബൂട്ട്ലെഗിങ് എന്ന് പറയും. മദ്യം നമ്മൾ ഇതേപോലെ കള്ളത്തരത്തില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ബൂട്ട്ലെഗിങ്. അല്ല എനിക്കിത് ചെയ്യണ ഒരാൾ അറിയാം. അവർക്ക് വേറൊരു സ്ഥലത്ത് ഇതിന്റെ പരിപാടി ഉണ്ട്, ഡിസ്റ്റിലറി പോലെ ഉണ്ട്, അവിടെ ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെയിം സാധനത്തിന്റെ അതേപോലത്തെ കുപ്പിയും അതേ സ്റ്റിക്കറും സാധനം എല്ലാം പക്ക ഒറിജിനല് അടിക്കും. എന്നിട്ട് ഈ ബ്ലാക്ക് വിൽക്കുന്ന പോലെ വിറ്റോണ്ടിരിക്കും. അപ്പൊ ഒറിജിനൽ കുപ്പിയൊക്കെ 200-300 കയറ്റിട്ട് ഇത് കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഇവര് ഈ സാധനം എന്നിട്ട് പറയും പുള്ളിക്കാരന്റെ അപ്പൂപ്പൻ ഇത് അടിച്ചടിച്ച് പുള്ളിക്കാരൻ പോയി കിടക്കുക അകത്തില്ല. അപ്പൊ ഇങ്ങനെ ഏതോ ന്യൂ ഇയറിനെങ്ങാണ്ട് പുള്ളിക്ക് കുറെ നാൾ കൂടി ഇരിക്കല്ലോ നിർത്തിട്ട് ഇവൻ എനിക്ക് പരിചയമുള്ളവന്, നമ്മളെ എൻ്റെ ഏജ് കുറച്ചുകൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ബാക്കിയെല്ലാം അടിച്ചിട്ടിരിക്കുമ്പോ ഞാൻ ഓർത്തു അപ്പച്ചൻ ഇങ്ങനെ കുറെ കാലമായില്ലേ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ പിന്നെ ന്യൂ ഇയർ അല്ലേ എന്ന്. പുള്ളിക്കാരൻ മൊത്തം ഇന്റേണലിൽ പോയിരിക്കണം. അതുപോലെ ഇവര് തന്നെ കലക്കുന്ന സാധനം ഒരു പെഗ് കൊടുത്ത അപ്പച്ച ഫ്ലാറ്റ്, പിന്നെ രാത്രി ആശുപത്രി കൊണ്ടുപോയി വന്ന്. അപ്പൊ ഇതെന്താ അടിച്ചെന്ന് വെച്ചാൽ ഇവർക്കും അറിയാം ഇവര് തന്നെ കലക്കുന്ന സാധനം. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അവസാനം ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ കാണിച്ചു. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ പുള്ളിയുടെ അച്ഛനും കൊച്ചച്ഛനും ആരെല്ലാം കൂടെ ഒക്കെ ചെയ്യണ പരിപാടിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ കാണിച്ച്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ഫോട്ടോ. അപ്പം ഞാൻ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ. അപ്പം നടുക്കാൻ ഒരു പോലീസുകാരൻ അപ്പുറത്ത് ഗ്രൂപ്പ് ഫോട്ടോ ഫാമിലി ഫോട്ടോ പോലെ എടുത്ത് വെച്ചേക്കും എക്സസൈസ് പൊക്കിയിട്ട് വീട്ടില് എല്ലാവരും കൂടെ നിൽക്കണ ഫോട്ടോ. ഇവരുടെ സൈഡിൽ കുറച്ച് കന്നാസും ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അങ്ങനെ പരിചയപ്പെട്ട ഒരു ദിവസം. അപ്പൊ പുള്ളി കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് അച്ഛൻ ഇത് കൊച്ചച്ഛൻ എല്ലാവരുടെ ഫാമിലി ഫോട്ടോ ഉണ്ട് എല്ലാവരുടെ. ഞങ്ങളുടെ ഒരു പ്രാവശ്യം പറഞ്ഞ കോളേജിലെ ഓണം സെലിബ്രേഷന് ക്ലാസ്സിന് മൊത്തം കൂടി പൊക്കി. ഇതുപോലെ അടിച്ചു വന്നിട്ട് എന്തോ പ്രശ്നം പോലെയൊക്കെ ഉണ്ടായി. ആരോ ഒരു ടീച്ചറിനാരോ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമന്മാർ പോയിട്ട് ജൂനിയർ പെൺകുട്ടീനെ എന്തോ ചീത്ത പറയാൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ സ്ഥലത്താണ്. ഇവിടെ മെയിൻ ബ്ലോക്കിലാണ് ബയോടെക്നോളജി ഒക്കെ ഉള്ളത്. അപ്പോൾ
അവിടെ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ വെള്ളം വണ്ടിയായിട്ടുള്ളൊരു ഞങ്ങളുടെ കൂട്ടുകാരൻ എടുത്തിട്ടുണ്ട്. അനങ്ങില്ല, അടിച്ചാൽ അനങ്ങില്ല. അവൻ ഷോ കാണിക്കാനൊന്നുമല്ല, അവൻ കോളേജിൽ വലിയ ഷോയും പരിപാടിയൊന്നുമില്ല. ആൾ ഒതുങ്ങി സ്പോർട്സിലൊക്കെ അടിപൊളിയാണ്. വോളിബോൾ, ഷട്ടിൽ, എന്ത് പണ്ടാറാള് സൂപ്പറായിട്ട് കളിക്കും, നന്നായി ഫുട്ബോളൊക്കെ കളിക്കും. അവനുണ്ട്, വേറെ കുറെ പിള്ളേർ കിടക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ വാണം പിടിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അതിലേതൊരുത്തം പോയിട്ടാണ്, ഞാനില്ല. ഞാൻ ആ സമയത്ത് ഞാൻ ആളെ മേടിച്ചിട്ടുണ്ടൊക്കെ അന്ന് മുടിയുണ്ട് എനിക്കിട്ട്, ഇത്ര മുടി. ആ മുടിയൊക്കെ അയച്ചിട്ടിട്ട് ഓണം സെലിബ്രേഷൻ പറഞ്ഞ് മുണ്ട് പിടിക്കണമല്ലോ. ആ മുണ്ട് എടുത്ത് ഞാൻ ആ ഫ്ലോറിൽ ഞാൻ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ബയോടെക്നോളജിയിലത്തെ ആകെ ടീച്ചർമാര് ഞങ്ങളുടെ ഈ പറഞ്ഞ പിള്ളേരെ പിടിക്കാൻ വേണ്ടി ബ്ലോക്കിൽ ഇറങ്ങി നടക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രശാന്ത് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അവൻ നോർമലി സംസാരിച്ച അവന്റെ വായ കുഴയും. അപ്പൊ അവൻ ഇങ്ങനെ നടന്നു വരുമ്പോ സാറ്, അവനും മറ്റേ ദീപക് എന്ന് പറഞ്ഞവനും കൂടി നടന്നു വരുന്നുണ്ട്. അപ്പൊ സാറ് വരെ പിടിച്ചു. ഇവര് ഇലക്ട്രിക്കൽ അല്ലേ, അത് പിടിച്ചു. അത് കഴിഞ്ഞപ്പോ ഇവൻ ഇങ്ങനെ നിൽക്കണം, കണ്ണൊന്നും വീഴുന്നില്ല അവന്റെ. അത് കഴിഞ്ഞിട്ട് അത് ഡ്രങ്കൻ എന്ന് ചോദിച്ചു. അപ്പൊ ദീപക് ചോദിച്ചു. അപ്പൊ പ്രശാന്ത്, എടാ നീ ഇങ്ങനെയാണോ ഇവനോടൊന്നും ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് വിട്ടു. അത് കഴിഞ്ഞ് അന്ന് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ്. അന്ന് ക്ലാസ് പറഞ്ഞുവിടാ, ഒരു 10 ദിവസം ലീവാ. അപ്പൊ ഒരു അനൗൺസ്മെന്റ് വന്നു, ബാക്കി എല്ലാ പിള്ളേരും ഇനി 10 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്, അന്ന് വന്നാൽ മതി. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് 3rd ഇയർ ഇലക്ട്രിക്കല് നാളെ അവർക്ക് ക്ലാസ് ഉണ്ട്, എല്ലാരും വരണം. അപ്പൊ തിരിച്ചറിയൽ പരേഡാണ്. ആരാണ് ഈ കുട്ടീനെ തെറി പറഞ്ഞെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ കിടന്നിട്ട് പറയാം, ഡിങ്കനെ പൊക്കും, പ്രശാന്തിനെ പൊക്കും, ഇവനെ പൊക്കും, അജയനെ പൊക്കും, അങ്ങനെ പൊക്കും. അപ്പൊ ഇവരൊക്കെ നാളെ പുറത്തോണം. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചർമാര് തിരിച്ചറിയൽ വന്നിട്ടുണ്ടല്ലോ. ഒരു ടീച്ചർ വന്നിട്ട് ഇവ ഉണ്ടായിരുന്നു, ഞാൻ പരിസരത്തില്ല. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് കോണത്തെ പരിപാടി അങ്ങനെയല്ല, അതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ഞാൻ പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോണേ, ഞാൻ ഒരു സംഭവത്തിലില്ല. ആ പെൺകുട്ടിയുടെ അടുത്ത് വെച്ചാൽ എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെറിയ സീനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി ക്ലാസ്സിൽ നിന്ന്. അത് കഴിഞ്ഞ് കേസ് ഡയറക്ടറിന്റെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായി. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എന്തായാലും കീഴടങ്ങിയേക്കാന്ന് പറഞ്ഞു. കീഴടങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ സാർ ചോദിച്ചു, നീ കുടിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പെൺകുട്ടിനെ ഞാൻ പറഞ്ഞിട്ടില്ല. കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കഴിച്ചാൽ സെലിബ്രേഷൻസ്. എവിടെയെന്ന് ചോദിച്ചാൽ മണ്ടയിൽ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു മടയുണ്ട്. എല്ലാവരും വരുമ്പോൾ അപ്പോൾ സാറ്, എടാ ഈ സെലിബ്രേഷൻസ് ഇത്ര നല്ല സാധനമാണോ? അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ദിവസം എല്ലാവരും, ആദ്യം കുറെ പേരുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് 13 പേരിലേക്ക് അത് ഒതുങ്ങി. ഓരോ കൊല്ലം എന്തെങ്കിലും തോറും ആ ഗ്യാങ്ങിനെ അവസാനം 6 പേരിലേക്ക് എത്തി. അതിൽ ഞാൻ വരുന്നുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നൊക്കെ ആളെ വിളിപ്പിച്ച് അന്നാണ് എന്നെ മുടി വെട്ടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എടാ ഒരു സാറുണ്ട്, നമ്മളങ്ങനെ മീഡിയേറ്റർ എന്നിട്ട് പറഞ്ഞു, നിന്റെ മുടിയാണ് സാറിന്റെ പ്രധാന പ്രശ്നം, നീ മുടി വെട്ടി കഴിഞ്ഞാൽ എല്ലാവരും ക്ലാസ് കയറ്റുന്ന പറഞ്ഞു. അപ്പൊ ഈ തെണ്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മുടി വെട്ടു. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ആള് വന്നിട്ട്, മുടി വെട്ടിയില്ലേ, നല്ല ഭംഗിയിട്ടല്ലോ, അടുത്ത നാളെ അന്നേരം വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി. നമ്മുടെ സ്റ്റൈലിംഗ് എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നീ കോളേജിൽ പറ്റ അലമ്പായിരുന്നല്ലേ? എടാ ഞാൻ ഇതിലെന്ത് ചെയ്തേ? ഞാൻ പിടിച്ചു. അന്ന് പൊക്കിയില് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ കോളേജിലെ ബാച്ച് പറ്റ അലമ്പായിരുന്നല്ലേ? ഇപ്പൊ എനിക്കാണ് ഇതൊരു ജനറേഷണൽ കാര്യമാണ്. അതായത് ജോണിന്റെ ജനറേഷൻ കുറെ വെള്ളമടി കൂടുതലായി. ഞാൻ ജോണിന്റെ ജനറേഷൻ അല്ലേ? അങ്ങനൊന്നും ജനറേഷനെ പറയല്ലേ. ആ സാധനം കുറെ ഓടിയുണ്ട്. പ്രശാന്തിന്റെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. കിളിന്ന ഞങ്ങള് പറയാം. പ്രശാന്ത് തുടക്കം തുടങ്ങി ഞങ്ങളുടെ ടീമിൽ വരും. അവൻ കള്ളുപിടിക്കില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ടച്ചിങ്സ്, പാക്കറ്റിൽ നിന്ന് പുറക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ നിന്ന് പ്രശാന്ത് കുറയ്ക്കുന്ന സൗണ്ട്. ഇത് നമ്മള് കൃത്യമായിട്ട് പാക്കറ്റ് മിക്സ്ചർ ഉണ്ടാവുള്ളൂ. ആ സാധനം ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ ഇവൻ വന്നു കഴിഞ്ഞാൽ ബീഫൊക്കെ മണമണാന്നിരുന്ന് അടിക്കും. അപ്പൊ ഞങ്ങൾ അതിന്റെ അടുത്ത് പറഞ്ഞു, ഇത് ടച്ചിങ്സ് കള്ളുപിടിക്കുന്നവർക്കുള്ളതാണ്. അന്നുകൂടി പ്രശാന്ത് കള്ളുപിടി തുടങ്ങി. പിന്നെ അവൻ തരക്കേടില്ലാത്ത രീതിയിൽ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ഇതുപോലെ പ്രശാന്തിന്റെ വേറെ നല്ലതാ. ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോയി, വാഗമണ്ണ് പോയിട്ട്, അന്ന് ഞങ്ങൾക്ക് കള്ളുപിടിച്ച് വണ്ടി ഓടിക്കണതിൽ വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല. ഞാൻ വണ്ടി ഓടിക്കില്ല. അല്ല, ഞാൻ വണ്ടി ഓടിക്കില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. കോളേജിൽ ബൈക്ക് ഓടിക്കാൻ അറിയില്ല. ബൈക്ക് എനിക്ക് ഇപ്പോഴും അറിയില്ല, ചെറുതായിട്ട് അറിയുള്ളൂ. അപ്പൊ ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ മാള ഭാഗത്ത്
കപ്പകളെ തല്ലിപ്പൊട്ടിക്കുക, ഭണ്ഡാരം മോഷ്ടിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങള് ഭയങ്കര നിങ്ങളാണ് ചെയ്തത്? ഞങ്ങളല്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രാത്രി ഭയങ്കരമായിട്ട് പോലീസിന്റെ പെട്രോളിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ വാഗമണ് ബൈക്കിന് എല്ലാവരും കൂടി പോയിട്ട് അടിച്ചു ഹിറ്റായിട്ട് ഇങ്ങനെ കറങ്ങി തിരിച്ചിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ കടന്നുപോയി. പക്ഷെ പ്രശാന്ത് എന്ത് ചെയ്തിട്ടും മരണമല്ല. കുറച്ച് കഴിഞ്ഞപ്പോ പ്രശാന്ത് വന്നപ്പോ ചോദിച്ചപ്പോ എന്താ സംബന്ധിച്ച് പ്രശാന്ത് അവന്റെ കൂടെ ഒരുത്തനുണ്ട് പോലീസ് കീഴട്ടി. പ്രശാന്തിന് നിർത്തി. അപ്പൊ പ്രശാന്ത് തുടങ്ങാണ് സാറിന് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജില് എഞ്ചിനീയർ അതിന്റെ ഐഡിയ കാണിക്കണം പ്രശാന്ത്. അപ്പൊ പേഴ്സ് തുറന്ന് നോക്കിയിട്ട് ഐഡിയ. അതാണ് പ്രശാന്ത് പോലീസുകാരനോട് സാർ ഞാൻ യൂണിഫോം ഇട്ടൊരു ഫോട്ടോ ഉണ്ട്, അതുപോലെ യൂണിഫോം ഇട്ടൊരു ഫോട്ടോ ഉണ്ട് കാണിച്ച സാറൊന്നും പറഞ്ഞില്ല. അവന് ഊതിച്ചില്ല, അവന്റെ ലൈസൻസ് നോക്കിയിട്ട് അവന് വിട്ടു. മെഷീൻ ഡാമേജ് ആവും. ഈ ഹൈ റേഞ്ച് കുറെ ട്രിപ്പും ട്രാവലും ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശവും വെള്ളോടി തന്നെ. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 90% ട്രാവൽസും ശരിക്കും ട്രാവൽ പാഷനായിട്ടുള്ളവരല്ലാതെ കുറെ ആൾക്കാരുണ്ട്. എവിടെ പോയി അടിച്ച് സെറ്റ് ആവുക, വൈബ് പിടിക്കുക, വീട്ടിൽ നിന്നൊക്കെ മാറിയുന്ന അങ്ങനെ. എനിക്ക് തോന്നുന്നു കുറെ ക്ലോസ്ഡ് സ്പേസിൽ ഇരുന്ന് അടിക്കുന്നതിലൊരു വൈബ് പുറത്തൊക്കെ പോകണം. ജോണൊക്കെ വണ്ടി പിടിച്ച് റൂമിനകത്ത് ഇരുന്ന് മദ്യപിക്കും, എന്നിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ വാഗമണ് പോയില്ലേ, വാഗമണ് പോയി അന്ന് റിസോർട്ടിൽ കയറി നമ്മുടെ ട്രാവലറിന്റെ അടുത്ത ചേട്ടൻ ചോദിച്ചു നല്ല നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോകണ്ടെന്ന് ചോദിച്ചു. അവിടെ പൂളുണ്ട്, DJ പരിപാടി ഉണ്ട്, ഒക്കെ ഉണ്ട് അവിടെ തന്നെയാണ്. അല്ല ഞങ്ങള് കോളേജിൽ നിന്ന് പോകുമ്പോഴൊക്കെ ആലോചിക്കുന്നത് എന്ത് കാര്യത്തിന് പോകണേ എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തില് ഒരു ധനൂപ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. തപ്പിയെടുക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച്. ഈ പറഞ്ഞ പോലെ ദീപക്കിന്റെ പ്രധാന ലക്ഷ്യം അവിടെ നിന്നാണ് മദ്യം വരെ ദീപക്ക് അത് തപ്പിയെടുക്കും. ഞാൻ ബൈക്കിന്റെ മുന്നിൽ തളം പോലെ ഉണ്ടാവും. എല്ലാത്തിനും ഞാനും ഒക്കെ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ കാരണം എല്ലാ ടീമിന്റെ കൂടെ ഞാൻ പെടും. അത് കാരണം എനിക്ക് എല്ലാ ഇതിലും അറ്റൻഡൻസ്, ബാക്കിയല്ല എന്റെ ചിലപ്പോൾ എന്റെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് ഉണ്ടാവാറില്ല. കാരണം ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞാൻ പല ബാച്ചുകളുടെ കൂടെ കള്ളുകൂടി സഭയിൽ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ടീമില് എനിക്ക് ഓർമ്മയുള്ള 3-4 ഇൻസിഡൻസ് ഉണ്ട് വ്യക്തമായിട്ട്. ഒരുപാട് കുറെ ഇൻസിഡൻസ് ഉണ്ടെങ്കിലും നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ 3-4 വർഷത്തിനിടയ്ക്ക് ഉണ്ടായത് ദീപുവിന്റെ ഹൈ വോൾട്ടേജ് ഒക്ടേൻ പെർഫോമൻസ് ഉള്ള 2 പരിപാടികളുണ്ട്. ഒന്ന് മഹാദേവനെ ദീപു മറ്റേ ഡീൽ ചെയ്യുന്ന പരിപാടിയില്ല. ഞാൻ പറഞ്ഞില്ല പൈസ ഒക്കെ ഒറ്റടി ദീപ് നിനക്ക് എത്ര ആവശ്യം, ഇപ്പൊ നിനക്ക് എത്ര ആവശ്യം എന്ന് പറഞ്ഞ ദീപ് ഇങ്ങനെ വലിച്ചില്ലേ. പറച്ചില് മാത്രമല്ല കാശ് കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. അത് 2 ദീപു അല്ല അപ്പൊ തന്നെ അതിന്റെ ഡീൽസ് വേറെ സംസാരിക്കുന്ന ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതിപ്പോണ്. ഞാൻ സംസാരിക്കും ബോധമുള്ളതെന്ന് വരത്തില്ല. ഇപ്പൊ ദീപ് കോൺഫിഡന്റ് ആണ്. പിന്നെ ഒരു ദിവസം വെളുപ്പിന് ഞാനും ദീപും കൂടെ വഴക്കുണ്ടാക്കിയില്ലേ, അടിച്ചു കഴിഞ്ഞ ദീപം നിന്നെ പറഞ്ഞു വിടും, ഞാൻ ജോണിനെ വളർത്തും. ഞാനിങ്ങനെ കുണക്കുമല്ലോ. നമുക്കൊരു പുതിയ ഇന്ത്യൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പുതിയ ഇന്ത്യനെ ഹയർ ചെയ്തായിരുന്നു നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ നമ്മളങ്ങനെ ചില്ല് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നുള്ളതല്ല, അത് ചില്ലിങ് മോഡില്ല. അപ്പൊ നമ്മളിടയ്ക്ക് വൺസിനെ വലിയ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് ആൾക്കാർ വരുമ്പോ ഭയങ്കര അതിവിനയാണല്ലോ അവരിങ്ങനെ എങ്ങനെയെങ്കിലും വെള്ളമടിച്ചപ്പോഴാണ് ഫ്ലിപ്പ് പോടാ. അപ്പൊ നമ്മള് ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളെ ഓർഗനൈസ് ചെയ്യുന്നതിനുമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കില്ല. നമ്മളെ ഇതിന്റെ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ടൊക്കെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അങ്ങനെ നമ്മള് സുജിത്തേട്ടന്റെ ലക്ഷ്മിച്ചിന്റെ വീട്ടില് ഇതുപോലെ ചില്ല് ചെയ്യാൻ പോയത് നമ്മുടെ ഇന്ത്യനെ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുപോയി. അപ്പൊ അന്ന് അവിടെ അത്യാവശ്യം 2 സ്പെഷ്യൽ എന്തായിരുന്നു 2 മിനി ബാർ ഉണ്ടോ? അവിടെ നല്ല അടിക്കാൻ സൗകര്യവും മറ്റേ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വരുന്ന ഫ്രിഡ്ജ്, അങ്ങനെ അടിക്കാൻ പറ്റിയ നല്ല ബാൽക്കണിയും പൂളും. അന്ന് അടിച്ച സാധനം ഇത് 2 ബോട്ടിൽ എടുത്ത് ഇതിൽ ആദ്യത്തെ ബോട്ടിൽ പൊട്ടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് കറക്റ്റായിട്ട്. പൊട്ടിച്ചപ്പം ഭയങ്കര ഭവ്യതയോടുകൂടി എല്ലാവർക്കും ഒരു ചെറിയ ഒഴിച്ച് എല്ലാവരും ഒരുമിച്ചെടുത്ത് ഫസ്റ്റ് ഇപ്പൊ കാണില്ല എല്ലാവരും കിട്ടിയല്ലോ. ഇനി ഒന്നിച്ച് ഗ്ലാസ് ഒരുമിച്ച് പോകുന്നു, മുട്ടുന്നു, പതുക്കെ താഴുന്നു. ഞാൻ കഴിഞ്ഞപ്പോ ഇന്ത്യൻ അപ്പൊ അത് കഴിഞ്ഞ് തന്നെ എല്ലാരും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ കംപ്ലീറ്റ് ആയി ഇന്ത്യൻ എഴുന്നേറ്റ് ആദ്യത്തെ കുപ്പി എടുത്തിട്ട് ഒഴിക്കുന്നു, രണ്ടാമത്തേത് പോകുന്നു, ഇച്ചിരി ഇന്ത്യൻ വീണ്ടും പോയി. അത് കഴിഞ്ഞപ്പോ അടുത്ത ഐഡിയ നമ്മൾ
മാനേജർ അടുത്ത സാധനം എന്താ യാഗ പോകുമ്പോ റെഡ് ബുള്ളില് നമ്മള് ഷോർട്ട് ഗ്ലാസ് എടുത്തിടും, എന്നിട്ട് നമ്മൾ കുടിക്കുമ്പോ അത് രണ്ടും കൂടെ ഫുൾ ജാർ സോഡ അടിക്കണ പോലെ. അതായത് റെഡ് ബുൾ ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് അല്ലല്ല അതങ്ങനെ തന്നെ. നമ്മള് ഷോർട്ട് ഗ്ലാസ്സിൽ യാഗർമൈസ്റ്റർ ഒഴിച്ചിട്ട് റെഡ് ബുൾ ആദ്യം ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുക, എന്നിട്ട് യാഗർമൈസ്റ്റർ ഒരു ഷോർട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അത് നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുടിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയി വരും. ഇത് ബോംബ് പൊട്ടു എന്താ സംഭവം? എന്തിനാ യാഗ ബോംബ് എന്ന് വിളിക്കുന്നത്? യാഗർമൈസ്റ്റർ ഭയങ്കര ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക് ആണ്. അനിഷ്ടം പോലെ ഇരിക്കും. ജർമ്മൻ ഡ്രിങ്ക് ആണ്, ഭയങ്കര പവർ. അത് ഇതും ഇതിന്റെ പുറകെ ഈ സാധനം കൂടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അത്യാവശ്യം പറന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് സഭ പിരിഞ്ഞു പല പല അതിനോട് പച്ച അന്നത്തെ ട്രെൻഡായിരുന്നു റീല് പിടിക്കുന്നത് ജസ്റ്റ് ലുക്കിലേക്ക് വാവ് ഞങ്ങളവിടെ നിന്ന് റീല് പിടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ നടുക്ക് ഹോളില് മറ്റേ ഡൈനിങ് ടേബിളില് നമ്മുടെ ആ ബോട്ടിൽ ഇരുന്ന് അവർ ഒഴിച്ചൊഴിച്ച് കുടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞിട്ട് മറ്റേ ഞാൻ ഇങ്ങനെ പേര് പറയണ്ടല്ലോ, ഇന്ത്യൻ ബ്രോ എന്ന് വിചാരിച്ച ഇന്ത്യൻ ബ്രോ എന്ന് വിളിച്ചാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാം, നീ എന്നെ ഇങ്ങനെ ബ്രോ എന്നൊന്നും വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് എന്നെ പേര് വിളിക്കുന്ന ഇഷ്ടം. അപ്പൊ ഞാൻ നല്ല പ്രായത്തിൽ കുറച്ച് വ്യത്യാസമുള്ള എന്നെക്കാൾ നല്ല മൂത്തായിരുന്നു, 4-5 വയസ്സ് മൂത്താണ്. അപ്പം ബ്രോ പ്രായത്തിന് ഇത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കണം, എന്നാലും എനിക്കത് ഭയങ്കര ഇതാണ്, നീ അങ്ങനെ വിളിക്കരുത്. അന്ന് ഞാൻ അടിച്ചിട്ട് നമ്മൾ ശരി എന്നാ പടം അത് മതി, എനിക്കതാ ഇഷ്ടം. ഈ 2 ബോട്ടിൽ എടുത്ത് വെച്ചത് മെജോറിറ്റി അവൻ തന്നെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധം ഭക്ഷണം ഫുഡ് റെഡിയാക്കിയിട്ട് എല്ലാവരും കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ എത്തി. ഫുഡ് കഴിച്ചപ്പം അത്യാവശ്യം ലൈറ്റ് അടിച്ചവർക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് താളമാവുമല്ലോ. ഇവന് ഫുഡ് കഴിച്ചതിന്റെ പുറകിലും പോയി വീണ്ടും ഒഴിച്ച് കുപ്പി തീർക്കാനുള്ള ഒഴിച്ചെഴുതി തുടങ്ങി. അപ്പോഴത്തേക്ക് സീൻ കൈമാറി തുടങ്ങി. അവന്റെ കയ്യിൽ നിന്ന് സാധനം കയ്യിൽ നിന്ന് പോയി. വാഷ് ബേസിന്റെ അവിടെ ഒന്ന് ലൈറ്റായിട്ട് പോയി നിന്നു. ബാത്റൂമിൽ കേറി ഒരു 15 സെക്കൻഡിനകത്ത് പതൊക്കെ അവന്റെ നിലവിളി കിട്ടും, അയ്യോ. അപ്പൊ ഞാൻ പോയി നോക്കി, ഞാൻ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, നിന്റെ ഇപ്പോഴത്തെ ആവശ്യം എഴുന്നേക്കണോ വാഴ വെക്കണോ? എഴുന്നേക്കണം. എന്നിട്ട് പിന്നെ ആരോ വന്ന് പൊക്കിയോ? പിന്നെ ഞാൻ വന്ന് അവനെ പൊക്കി കുറെ അവന് ബുദ്ധിമുട്ട് ശരിക്കും ഇടിയിട്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു പൊക്കി എടുത്ത് അവിടെ കുറെ വാള് വെച്ചു. അത് കഴിഞ്ഞ് അവന്റെ റൂമിനകത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കിടത്തി. ഉറക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു. ഉറങ്ങിയാ പിന്നെ പാടാ, കിടന്നാ പാടാ. പിന്നെ കൊണ്ട് ഉറങ്ങുന്നല്ല, കിടക്കുമ്പോ പിന്നെ വാള് വന്നിട്ട് അപ്പൊ ഇരിക്കണം എന്നുള്ള. അപ്പൊ ഞാനിങ്ങനെ കൂടെ ഇരിക്കുക, അതിന് ഞാൻ വന്ന് ഇതിൽ ഇരിക്കില്ല. ഈ സാധനം ഇത് ഒരു നമ്മളൊരു പോയിന്റ് കഴിഞ്ഞാണല്ലോ, കിടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങണം ഫുൾ കറങ്ങണ പോലെ തോന്നും. ആ സാധനം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അത് തോന്നിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോയിട്ട് അണ്ണാക്കിൽ വിരലിട്ട് വാള് വെക്കാന്നുള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന നല്ലൊരു സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. ആ വാള് കഴിഞ്ഞാൽ പുള്ളി പോക്കറ്റ് വിരലിട്ടാലും ഛർദിക്കുക, പുള്ളി പോക്കറ്റ് വിരലിട്ടാലും ഛർദിക്കുക. അവസാനം ഫുള്ള് അപ്പൊ ഞാനിങ്ങനെ പറയും, ഞാൻ പിടിച്ചിരുത്തേക്കുക അവരുടെ ബെഡ്റൂമില് അപ്പൊ ഇതുപോലെ കിടക്കില്ലേ കിടന്ന അവിടെ കയറും, കിടക്കില്ല ഇങ്ങനെ അപ്പൊ ഞാൻ ഇപ്പുറത്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോകും. അപ്പൊ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അതായത് ഞാൻ അനീസിക്ക് അപ്പൊ അവസാനം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വാള് വെക്കും. വാള് വെച്ച ആള് തളരും, തിരിച്ചു വരും. പിന്നെ നമുക്കും കിടക്കരുന്ന് പറയുമ്പോ അറിയാം പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ അവസാനം കസേര ഇരുത്തിക്കൊണ്ട് കസേര ഇരിക്കുമ്പോ ഇതുപോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് കട്ടിലപ്പി കിടക്കും. പുള്ളിക്ക് പറ്റില്ല, കസേര തന്നെ താഴെ പോകണം. എന്നിട്ട് എങ്ങനെയും കിടന്ന 5 സെക്കൻഡിനകത്ത് വാള് വരും. അവസാനം നമ്മളെ കുളിപ്പിക്കാതില്ല, നമ്മൾ ബാത്റൂമിനകത്ത് കൊണ്ട് ഷവറിൽ ഒരു കസേര ഇട്ട് ഷവറിലിരുത്തി വെള്ളം ഒഴിക്കും. എനിക്കത് കണ്ടിട്ട് ഇതുപോലെ തണുത്തിട്ടൊക്കെ അപ്പൊ ഞാൻ തണുക്കുന്നുണ്ട്. അവസാനം നമ്മൾ അനീസിക്ക നമ്മളെല്ലാം സ്റ്റേയും കൂടി മോനെ എന്നൊക്കെയാണ് മോനെ നമുക്ക് ഡ്രസ്സ് മാറണ്ടേ, പിന്നെ കുറച്ചത്തേക്ക് ലാലേട്ട മോനെ നമുക്ക് ഡ്രസ്സ് മാറണ്ടേ, ഡ്രസ് അപ്പൊ എന്നൊക്കെ പറയാം. പുള്ളി അങ്ങനെ അടിച്ചിട്ടില്ലേ അതിനിടെ ആദ്യം ഡ്രസ്സ് മാറ്റണ പറഞ്ഞപ്പോ ഞാനും കൂടുതൽ സംസാരിക്കുന്നല്ലോ. അപ്പൊ നമ്മുടെ ഇടയിൽ ഇൻസൈഡ് ഒരു ജോക്കാണല്ലോ അനീസൊക്കെ ഗേ ആണെന്നുള്ളത് നമ്മളെ ശ്രമിക്കുന്നുള്ളത് തമാശക്ക്. അപ്പൊ ഇതുപോലെ അതും ഇന്ത്യയിൽ കുറച്ച് നാളായിട്ട് കേട്ട് അറിയാത്ത കാര്യമുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ബാത്റൂമിൽ തിരിച്ചിരുത്തേക്കാം. പുള്ളി കിളി കാരണം കണ്ണ് തുറക്കണില്ല. അപ്പൊ കണ്ണടച്ചിരിക്കുമ്പോ ഡ്രസ്സ് ഊരട്ടെ, അത് നീ തന്നെ ഊരുവോ ഞാൻ എന്നൊക്കെ പറഞ്ഞ എടുത്തപ്പോഴത്തേക്ക് ഇക്ക ഉണ്ട് ഇവിടെ, ഇക്ക ഒരു ഒരു തൂരി ഡ്രസ്
സുഹിത്തേട്ടന്റെ കയ്യിലും കൊടുത്തൊരു ടീഷർട്ടും കൊടുത്തു. കയ്യില് അന്ന് കിട്ടിയത് നമ്മളിതുവരെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു മഞ്ഞ ടീഷർട്ട്, നല്ല ടീഷർട്ട്, നല്ല ടീഷർട്ട്. അതിട്ടുകൊണ്ടാണ് വ്യത്യാസം ജോലിക്ക് വന്നത്. അല്ല എന്നിട്ട് അത് ഇടിയിപ്പിച്ച് നമ്മുടെ റൂമിനകത്തിട്ട്. അപ്പൊ അപ്പോഴിങ്ങനെ അവനിങ്ങനെ കുറ്റബോധമുണ്ടല്ലോ, ഭയങ്കര കുറ്റബോധം അടിച്ചിട്ട് അവനിങ്ങനെ അവൻ ആദ്യമായിട്ടാണല്ലോ അടിക്കാൻ വരുന്നത്. അപ്പൊ അവന് കുറ്റബോധം അടിച്ചിട്ട് ഇങ്ങനെ നോക്കിട്ട് ഇക്ക ഇതിങ്ങനെ സംഭവിക്കുന്നല്ലേ, ഇത് ആദ്യമായിട്ടേക്കാം കൂടി ആദ്യമായിട്ട് അടിക്കുന്നുണ്ടേക്കാം. പുള്ളിക്ക് ഫുൾ കുറ്റബോധം. ഒന്നാമത്തെ അനീസൊക്കെയാണല്ലോ അടിക്കാതിരിക്കുന്ന ആള്. അപ്പൊ അനീസൊക്കെ ഒന്നും ആ ഒരു ഇത് കാരണം മൊത്തത്തിൽ പിന്നെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ. പുള്ളിക്കാരനെ കുളിപ്പിക്കുന്ന അടക്കം ചെയ്യുമ്പോൾ പുള്ളി ആകെപ്പാടെ ലോസ്റ്റ് ആയി, ഭയങ്കര വിഷമായി. അപ്പൊ ഇതുപോലെ ഇനി ഇങ്ങനെ ചെയ്യൂല ഇക്ക, സോറി ഇക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷം. എന്നിട്ട് ഇക്ക ഇനി ഇങ്ങനെയുള്ളപ്പോ എന്നെ വിളിക്കാൻ. ഇതില് ഏറ്റവും വലിയ പുള്ളി ആ സമയത്ത് പുള്ളിയുടെ കൺസേൺ അതാണ്, ഇനി ഒരു പരിപാടി നോക്കുമ്പോ എന്നെ വിളിക്കാതിരിക്കോ. അതിനുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ ലക്ഷ്മി ചേച്ചി, ആ പേര് ഓൾറെഡി ലക്ഷ്മി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഇവരിത് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടീഷൻ നോക്കിയിട്ട് പറയാം, എന്നാ പിന്നെ കാര്യം ജീവനോടെ കിടക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാളോടെ നിൽക്കി എന്നിട്ട് രാവിലെ കൊണ്ടുപോയാൽ മതി. അപ്പൊ നമുക്ക് രാവിലെയൊക്കെ ആകുമ്പോ എല്ലാവരും കെട്ടിറങ്ങും. പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം എങ്ങനെയും കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഇരിക്കുന്നതിനിടെ പുള്ളിക്കാരിക്ക് ടെൻഷൻ കാരണം പുള്ളിക്കാരി അടിച്ചിട്ടും ഇല്ല അന്ന്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെൻഷൻ കാരണം നോക്കുന്നുണ്ട്, ഓക്കെ ആണോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പുള്ളി ഇത് ബോധം പോണതിന്റെ ഇടയിലൊക്കെ കാണുന്നുണ്ട് പുള്ളിക്കാരി ഒന്ന് ചോദിച്ച് പോണേ. അപ്പൊ നാട്ടിൽ നമ്മുടെ മുതലാളിയാണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതിനോട് പുള്ളിക്കാർ ലാസ്റ്റ് തവണ ഇതുപോലെ വന്നിട്ട് കുളിപ്പിച്ചിട്ട് ഇതുപോലെ കൊണ്ട് കിടത്താൻ നേരം പുള്ളിക്കാരി വന്നിട്ട് ചോദിച്ചു ഹൗ ഈസ് ഹി നൗ. നോക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വിളിച്ച് ഉണർത്തിച്ചു. അല്ല അപ്പോഴത്തേക്ക് എഴുന്നേപ്പിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ല എഴുന്നേറ്റുണ്ടോ കേൾക്കണം. ചന്നമ്പിന്റെ ഒരു 3-4 ലൈൻ ഇംഗ്ലീഷാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പല സീനിലും ഇംഗ്ലീഷ് കേട്ട് ബോധമാണ് തമാശ കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഇംഗ്ലീഷ് കേട്ടിട്ട് ഇഷ്ടമാക്ക്. അത് കഴിഞ്ഞ് ഒരു തവണ ഇവിടെ വന്നില്ല സ്റ്റേജ് ലാസ്റ്റായിട്ട്. അപ്പൊ എന്തോ ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴത്തേക്ക് ഏത് ഈ പെണ്ണുങ്ങ ഇവർക്ക് മൂത്ത് വെച്ചിട്ട് കിടന്ന് പുള്ളിക്കാരെ അപ്പുറം പോയി. നീ ഇത് കോളേജിൽ പഠിക്കുമ്പോഴും ഇങ്ങനത്തെ ഈ ബാൾ സീനുകളും ആളുകളെ നോക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? പിന്നെ കോളേജില് വാളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. വാളൊക്കെ തർക്കേടില്ല. അങ്ങനെ എടുത്ത് പറയുന്നതൊക്കെ വാള് സീൻ ഏതാന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലിട്ടല്ല, ഞാൻ പ്രിപ്പയർഡ് അല്ല. ഈ പറഞ്ഞ പോലെ ടൂറിനൊക്കെ പോകുമ്പോ ബക്കറ്റിലൊക്കെ കലക്കുന്നുണ്ട്. നല്ലൊരു കുപ്പികളിലാക്കിയിട്ട് സ്പ്രൈറ്റ് കുപ്പിയിലൊക്കെ ആക്കി കയറ്റി വിടുന്നതാണ്. അല്ല നമ്മള് എപ്പോഴും ഈ കോളേജില് ആണ് നമ്മുടെ ഒരു സമയത്ത് കോളേജിൽ അടിയുടെ ഒരു വൈബ് തുടങ്ങും. അതായത് അന്ന് കള്ളുടിക്കാന്ന് പറയുന്നതാണ് കോളേജ് കാലത്ത് കഞ്ചാവ് അടിക്കുക. അത് മാറി, അതാ പറഞ്ഞത്. അത് ഓരോ ജനറേഷന്റെ ഓരോ ജനറേഷനിൽ കുറച്ചുകൂടെ കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സ് ആയിരിക്കും ഭയങ്കര വലിയ സാധനം അത് തപ്പുന്നത്. ഞാനൊക്കെ വളർന്ന സമയത്ത് വെള്ളമടിക്കുന്നത് ഭയങ്കര ഒരു കൂതറ പരിപാടിയായിട്ടായിരുന്നു. കഞ്ചാവ് അടി സൂപ്പർ സാധനം. നമ്മളൊരു പ്രാവശ്യം എലവിര പൂഞ്ചിറ പോയപ്പോ ഒരാള് ജീപ്പ് പിടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ അപ്പൊ ലോക്കൽസ് വന്നിട്ട് ഇങ്ങനെ ഈ MDMA ഒക്കെ അടിച്ചിട്ട് വരും. അപ്പൊ നമ്മൾ പറഞ്ഞില്ല MDMA അടിച്ച് ഉറങ്ങാൻ പറ്റൂല. അവിടെ ഒരു ഗേറ്റ് വേ ഉണ്ട്. എലവിര പൂഞ്ചിറ സിനിമ കണ്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ പോലീസ് സ്റ്റേഷന്റെ താഴെ അവരിങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ വരെ വണ്ടി അലൗഡ് ആയിട്ടുള്ള, അതിന്റെ മേളിലോട്ട് വണ്ടി കയറ്റല്ലേ. അപ്പൊ അവര് അന്ന് അതിന്റെ തലേദിവസം എന്തോ ആദ്യമായിട്ട് നമ്മള് ചെല്ലുമ്പോ അത് സിമെന്റ് ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ 2 കമ്പി മറ്റേ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റേ ചെയിൻ ഇടുന്ന പരിപാടിയാണ്. അത് അന്ന് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മള് കേറി തിരിച്ചു വരുമ്പോ നോക്കുമ്പോ ഒരുത്തൻ ജീപ്പ് കൊണ്ടുവന്ന് അത് ഇടിച്ച് പൊളിച്ച് ഇട്ടേക്കും. അവര് എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഇതിന് മേലോട്ട് അവർക്ക് കേറാൻ പറ്റുന്നില്ല. അതിന് അവിടം വരെ കേറിയാൽ മതി എന്നുള്ളതുകൊണ്ട് അവരും ബ്ലോക്ക് ചെയ്തേക്കും. മേളിലോട്ട് ഭയങ്കര പാറകളും പരിപാടിയും കയറാൻ പറ്റില്ല. അപ്പൊ അതേ കൊണ്ട് ജീപ്പ് ഇടിച്ച് കയറ്റി വെച്ചിട്ട് ഇവര് കുറെ നേരം ശ്രമിച്ചു തന്നിട്ട് തിരിച്ചും പോലെ ജീപ്പ് അങ്ങനെ തന്നെ ഇടിച്ച് കിടന്നിട്ട് ഒരാൾ മറ്റേ ഡ്രൈവർ സീറ്റില് മറ്റേ പുഷ് ബാഗ് അടിച്ചിട്ട് കിടന്നുറങ്ങുന്നു. മറ്റേ ബാക്കിലൊരു പുള്ളി കയ്യിൽ ഊരി പുതച്ചിട്ട് ബാക്കിൽ
തുറന്നു കിടക്കുക, അതിനകത്ത് കയ്യിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളിത് ഇറങ്ങി വരുമ്പോ കണ്ടല്ലേ, അത് കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു പുള്ളി ഒറ്റ ഒരാൾ കണ്ടേ ഉള്ളൂ. അയാൾ ഇവിടെ വന്നത് വിഷയാക്കി. പുള്ളി രാഷ്ട്രീയക്കാരനെ പോലെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് പുള്ളി വന്ന് അവിടെ പോലീസിനെ വിളിക്കണം, വിഷയാക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി എന്നിട്ട് ആളെയൊക്കെ വിളിച്ച് പറയുന്നു, വലിയമാർ രണ്ടുപേരും ഇവിടെ കിടപ്പുണ്ട്, ഇറങ്ങി പോവാണെങ്കിൽ ഞാൻ പറയാം എന്നൊക്കെ. എന്നിട്ട് പുള്ളി വിളിച്ചിട്ട് വണ്ടി ഈക്കോ ആണ്, ഈക്കോ വണ്ടി വേറെ വണ്ടിയാ, വണ്ടിയുടെ പേരൊക്കെ തെറ്റിച്ച് പറയുക. സംഭവം പുള്ളി അതാന്ന് വിചാരിച്ച് പറയുന്നത്. അവസാനം പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും 3 വണ്ടി ജീപ്പ്. പുള്ളി ഇങ്ങനെ അവിടുത്തെ ജേർണലിസ്റ്റ് മോഡായി, അതായത് ആര് പോയാലും വിളിച്ചിങ്ങനെ പറയുന്നത് ഇതാണ് നടക്കുന്നത്. അവസാനം പുള്ളി പുള്ളിയാണ് ആദ്യമായിട്ട് അവിടെ ന്യൂസ് സ്പ്രെഡ് ആക്കാൻ, അതായത് MDMA അടിച്ചിട്ടാണ് കിടക്കണെന്നൊക്കെ പറഞ്ഞിട്ട് 4-5 സെന്റൻസ് ഇതും കൂടെ MDMA മോശം അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ എടുക്കുക. അവസാനം നമ്മളിന്ന് താഴെ ഇറങ്ങി കുറച്ച് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു ജീപ്പ്, ബാക്കിൽ ഇവരുടെ വണ്ടി, പിന്നെ ഒരു ജീപ്പ്, അതായത് ഇവര് ബാക്കിൽ കഥയൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ചിരിച്ചോണ്ടൊക്കെ പോകണം. പോലീസ് പൊക്കിക്കൊണ്ട് പോകണം. അമ്മ ചിലപ്പോ ഇടിച്ചിട്ട് സോറി പറയാൻ വേണ്ടി കിടന്നായിരിക്കും. അല്ല, ഒരുത്തരം ഇടയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എടുത്ത് ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ കയ്യിലെടുത്ത് ഫ്രണ്ടിൽ പോയി കിടന്നിറങ്ങി നടന്നിട്ട്. അതിനോട് പാവങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അവരാ വെളുപ്പിന് ഒരു 5 മണി സമയത്ത്, നമ്മൾ 5 മണിക്ക് കണ്ട് കണ്ടാക്കി, ആ 5 മണി സമയം തൊട്ട് അവിടെ അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇതിന് ചുറ്റും ഇയാളീ കിടന്ന് വർക്ക് ചെയ്യണതോ ആൾക്കാർ കൂടുന്നതോ പോലീസുകാരെ കൊണ്ടുപോകാൻ വരുന്നതോ ഒന്നും അറിയുന്നില്ല. പീസ്ഫുൾ ആയിട്ട് കിടന്ന് ഉറങ്ങി, എഴുന്നേറ്റപ്പോ പോലീസ് കാര്യങ്ങൾ ആൾക്കാരെ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടു വാർത്തയില്, ഒരു പാലല്ല, പാലത്തിന്റെ സൈഡിൽ ഈ പൈപ്പിന്റെ ലൈനൊക്കെ പോകണ്ടല്ലോ, മറ്റേ ഇരുമ്പിന്റെ മറ്റേ പൈപ്പുകൾ. അതായത് പാലം, ഫുട്പാത്ത്, റോഡ്, ഈ പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡില് ഒരു 4 പൈപ്പ് ഇങ്ങനെ പോയിട്ട്, അപ്പൊ ആ പൈപ്പ് പോയെന്ന് ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് പോലീസ് വന്നിട്ട് ഒരു SI ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ നിനക്ക് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് കാണാൻ നിനക്ക് ബാക്കിയുള്ള പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു നടക്കണ്ട. അപ്പൊ SI ചോദിച്ചു, എന്താ പറ്റി, നീ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി? ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ പോലീസുകാർ ചിരിക്കാണ്. പോലീസുകാരന് ഭയങ്കരമായിട്ട്, SI ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ആളിത് ഭയങ്കര ഇതായിട്ട് സുഖമായിട്ട് ആ 4 പൈപ്പും ഇപ്പുറത്തെ സൈഡിൽ ഒരു മലക്കം പറഞ്ഞാല് വെള്ളത്തിൽ വീഴും. നിന്റെ കോളേജ് സ്റ്റോറി ആണല്ലോ. കോളേജ് സ്റ്റോറി തന്നെയല്ല, ഈ സാധനം എല്ലാം ട്രൈ ചെയ്ത് തുടങ്ങാന്ന് പറയുന്നത് മിക്കവാറും എല്ലാ പിള്ളേരും സ്റ്റാർട്ട് ചെയ്ത് കോളേജ്. ആ സമയത്ത് എല്ലാം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തു തുടങ്ങാൻ കൂട്ടുകാര് പുച്ഛിക്കും. എന്തേലും ചെയ്യണം എന്നുള്ളൊരു, അല്ല ഇത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ചിന്തയും. പിന്നെ ചില സമയത്ത് നമ്മൾ വലിയ ആളായി, ഞാൻ ഒരു ബാറിലിരുന്ന് കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, പുക വിടുന്നു, ഞാൻ നമ്മള് കേൾക്കുന്ന ഇതാണല്ലോ ലെജൻഡ് എന്ന് പറഞ്ഞാൽ ആഴ്ച ഇത് പോകാത്ത ആളാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ ഇതില് കപ്പാസിറ്റി ഇല്ലാത്തവന്മാര് ഭയങ്കര ഇതായിരിക്കും, നല്ല ഉപ്പ് കിട്ടും. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇരുത്തുണ്ട്. ഞാൻ പല സെറ്റുകളിലാണ് ഗ്ലിഗേഷ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവനെ ഞങ്ങൾ പറയാൻ 2 അടപ്പ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ തെളിച്ചാൽ മതി. അപ്പൊ ഗ്ലിഗേഷ് ഒരു അടപ്പിലടിച്ചു കഴിഞ്ഞാൽ ആള് പറഞ്ഞ പോലെ നമ്മൾ പറയും, അവനെ മേടിച്ചു കഴിഞ്ഞാൽ അധികം വേണ്ട, അവനെ എണ്ണ എടുത്തിട്ട് പറയും ഗ്ലിഗേഷൻ ഇങ്ങനെ തെളിച്ചാൽ മതിയില്ല, ആള് വീണോളൂ എന്നൊക്കെ പറയാം. അപ്പൊ ആൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജൊക്കെ കഴിയുമ്പോഴും നമ്മൾ ഇത് കാണിക്കും, അതൊക്കെ പണ്ട് ചോണേ, ഇപ്പൊ ഒരു 4 പേർ 5 പേരൊക്കെ സുഖമായിട്ടിരിക്കുന്നൊക്കെ വെറുതെ അവൻ പറയണ കേട്ടാ എന്നൊക്കെ തള്ളുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ജിമ്മിനൊക്കെ കോളേജിൽ പഠിക്കുന്ന വെച്ച് ജിമ്മിന് പോയായിരുന്നു. എങ്ങനെയാ ഉച്ചക്കലത്തെ ഇന്റർവെല്ലിൽ കോളേജിന്റെ അടുത്തുള്ള ജിമ്മിന് പോവാറ്. ലഞ്ച് ബ്രേക്കിന് ജിമ്മിനൊക്കെ പോകും. അങ്ങനെ അവൻ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ഇപ്പൊ അടുത്ത് ഈ പറഞ്ഞ ഇപ്പൊ അടുത്തല്ല, ഒരു 3-4 കൊല്ലം മുമ്പ് ബാക്കി എല്ലാവർക്കും ഒരു ജോലിയും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും ദുബായ് അവിടെയൊക്കെ ആയില്ല. അപ്പൊ ഞങ്ങളുടെ പരിപാടികളെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു 3 പേരോ 2 പേരൊക്കെ ദുബായിന്നോ ഒക്കെ വരുമ്പോ ഒരു ട്രിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കോളേജിന്റെ അവിടെ പോകാറില്ല ഏതെങ്കിലും ബാറ് അവിടെയൊക്കെയാണ് പോവുക. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂട്ടുകാരൻ ജോസ് വന്നു ഇതുപോലെ ദുബായിന്ന് വന്നു. അപ്പൊ എല്ലാവരൊക്കെ പറക്കി കൂട്ടി ബാറിൽ വരച്ചോണ്ടിരിക്കും. അപ്പൊ ഗ്ലിഗേഷന്റെ പേര് തിരിച്ചു അല്ല, നമുക്ക് അവൻ പറയണ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മളവനെങ്കിലും ചൊറിഞ്ഞോണ്ടിരിക്കും, എന്തെങ്കിലും ആയ സെറ്റ് ആയിരുന്നെങ്കിൽ അവിടെ 2 ബീർ കഴിഞ്ഞ് രാജാസം ഒരു ബീറും കൂടി വന്ന അയ്യോ നീ ചിത്രം കാണിക്കാൻ ഒരു ബീറും കൂടി വന്നേ ബീർ കൊണ്ടിരുന്നു. 3 ബീർ കഴിഞ്ഞിട്ട് ഗ്ലിഗേഷൻ ബീർ അതൊന്നും പറഞ്ഞാ അവസാനം എന്നാ അവിടെയല്ലോ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കേണ്ടി വരും.
നീ പറഞ്ഞോടാന്ന് പറഞ്ഞു. എടാ ഒരു ബീറും കൂടി ഇതെടുത്തു. അവൊന്നും ആവണില്ലെന്ന് പറഞ്ഞാലും അവന്റെ മനസ്സിലാവുന്നുള്ളൂ. നമുക്ക് മനസ്സിലായിട്ട് പിന്നെ എല്ലാം ആയിട്ട് എന്നാലും ഇപ്പൊ മൂക്കണ രസമാണ്. ഒരെണ്ണം കൂടി പറഞ്ഞു കൊടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒറ്റ സിപ്പ് ഈ ഇരിക്കണം ഡ്രൈ ഫ്രൈ സാധനത്തിലേക്ക് ഒക്കെ കൂടി ഒറ്റ എല്ലാം ഗ്രേവിയായിരുന്നു. ടേബിളില് അന്ന് അത് വൃത്തിയാക്കാൻ വേറെ കാശ് കൊടുത്ത് ഇതിനെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണ്ടേ. അപ്പൊ ജോബി എന്ന് പറഞ്ഞ ഞാനില്ല ഈ പരിപാടിയില്ല. എന്റെ അടുത്ത് ഇതിന്റെ കഥകൾ ഇതുപോലെ കണ്ട പോലെ തന്നെ കൂട്ടുകാരുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ പോകാറുള്ള വേറെ പുഴയുടെ സൈഡൊക്കെ ഉണ്ട്. ഗേഷനെ ഞങ്ങൾ മുക്കിയിട്ട് എടുക്കും. അത് കോളേജിലും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അവനെ കൊണ്ടുപോയിട്ട് ഫിറ്റായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കും. അപ്പൊ ദീപക്കാണല്ലോ ടാങ്കർ എന്ന് പറഞ്ഞ് അടിച്ചാനങ്ങാത്ത മനുഷ്യനെ ഗേഷൻ നീ വെള്ളത്തിൽ മുങ്ങി എന്ന് പറയാം. മുങ്ങും. അതേപോലെ ദീപക് ഗേഷൻ നീ പൊന്തണില്ല അടിച്ചു വിറ്റ അതിന്റെ അടുത്ത് പോകും. അത് കഴിഞ്ഞിട്ട് ജോബി എന്നെന്ത് വർക്ക് ഷിഫ്റ്റിലെ വേറെ എന്തിലാണെന്നുണ്ട്. അപ്പൊ അവനെ വിളിച്ചിട്ട് ജോബി അതിനെ അങ്ങോട്ട് എത്തിക്കണം തിരിച്ച്. അപ്പൊ ഇതിനെ ഏറ്റെടുക്കാൻ അവന്റെ അവിടുത്തെ കൂട്ടുകാരും തയ്യാറാവണില്ല ഈ ഡെഡ്. അപ്പൊ ജോബി വിളിച്ചിട്ട് അല്ല അപ്പൊ നിങ്ങളുടെ അവിടെ വല്ല കടത്തിനെയോ ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കിടത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരുത്തം വന്നു അതിനെ കയറ്റി വിട്ടു. ഇവനും വേറെ ഒരുത്തനും കൂടിയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വീട് പോയിട്ടുണ്ട് വാടകയ്ക്ക്. ഞങ്ങളുടെ കൂട്ടുകാർ കുറച്ചുപേര് കൂടിയിട്ട് മേലിട്ട് ഒരു ഭാഗത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. അപ്പൊ ആ സമയത്ത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ കയറുന്നത്. അന്ന് ഞാൻ ക്ലാസ്സിൽ കയറിയെന്ന് വെച്ചിങ്ങനെ ഞാൻ കോണി കയറിപ്പോ നേരത്തെ പറഞ്ഞ പ്രശാന്തില്ലേ ഡിങ്കൻ, പ്രശാന്തും ടീമും കൂടി കോണി ഇറങ്ങി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എടാ ഇങ്ങടെ പോണെ അറിഞ്ഞില്ലേ ഗ്ലിഗേഷന്റെ ലൈൻ പൊട്ടി പൈന്റ് മേടിക്കാൻ പോവാ. അല്ല അവന് ലൈൻ ഉണ്ടായിരുന്നില്ല. അല്ല അവനിഷ്ടായിരുന്നു, അവൾക്കറിയുണ്ടായിരുന്നില്ല. അത് പറഞ്ഞിട്ട് വൺ സൈഡിലോ അത് പൊട്ടിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി. എടാ നീ പോലെ വാ പോവാന്ന് അതേപടി ബാഗ് എടുത്തിട്ട് മേലിട്ട് ഒരു വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അന്ന് ഒരു ജൂനിയർ പയ്യനുണ്ട്. അവന് ഞങ്ങൾ സീനിയേഴ്സിനെ ട്രീറ്റ് ചെയ്യണം അവൻ കുറെ കാലമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവൻ ഓണോടിക്ക് അവനും കണ്ടു എനിക്ക് ഗുരുപൂജ ചെയ്യണം. അപ്പൊ അവന്റെ ഒരു ഫുള്ളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത സാധനം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ അടിക്കുന്നു. നമുക്ക് ആമ്പിള്ളേർക്ക് ബ്രേക്കപ്പില് കൂട്ടുകാരനോട് യാതൊരു സിമ്പതിയില്ല. പ്രത്യേകിച്ച് ഇത് വൺ സൈഡ്. നമ്മളാണ് ഈ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കണമല്ലോ കൈപ്പന്മാരായിട്ട് നടക്കണത്. ഇവളാണ് നോട്ട് ബുക്ക് മേടിച്ചെന്ന പരിചയം എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഇവന്റെ കൂട്ടത്തിൽ വേറെ ഒരുത്തനുണ്ട്. ഇവര് രണ്ടുപേരാണ് അവരായിട്ട് കമ്പനിയുള്ളത്, പെണ്ണുങ്ങളുടെ സൈഡിലായിട്ട് ചെറിയ കമ്പനിയുള്ളത്. ഇവര് രണ്ടുപേരും അടിച്ചിട്ട് എന്തൊക്കെയായാലും മനസ്സ് തകരില്ല, കുറെ നാൾ മനസ്സിൽ കൊണ്ട് നടന്നല്ലേ. അടിച്ചു കഴിഞ്ഞിട്ട് ഇവന്മാര് രണ്ടുപേരും ഈ വീടിന്റെ പിന്നിലൊരു വാഴ ഇങ്ങനെ അപ്പുറത്തെ പറമ്പിൽ ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വാഴയമ്മ പോയിട്ട് അവന്റെ കാമകനൊരു വാഴയിടിക്കുന്നു. വാഴമ്മ പിടി ബഹളം. അത് കഴിഞ്ഞിട്ട് അവ എന്നെ തേടി വന്ന അഞ്ചല് പാട്ട്. ഈ പാട്ട് ഇതൊക്കെ നടക്കുമ്പോ പ്രശ്നമില്ല, കുഴപ്പമില്ലായിരുന്നു. ഇവന്മാര് ഷെഡി പുറത്താ. ഞങ്ങളൊക്കെ തിരിച്ച് ടി വി കാണുന്നുണ്ട്. ഇവര് രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോ ഒരുത്തൻ വരാന്തേല് ആ ഷെഡിയും ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിന് ഒരു 150 തുളയുള്ള ഷെഡി ഇട്ടിട്ട് ഒരുത്തൻ വരാന്തേല് കിടക്കണു, ഒരുത്തൻ ഈ മുറ്റത്ത് മണ്ണിൽ കിടക്കണു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ കാണുന്ന സീൻ പശുവിനെ പുല്ല് തീറ്റാമെന്നൊരു ചേച്ചി ഇത് നോക്കി ഇങ്ങനെ. പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി കൊള്ളാൻ നടന്നു. ഗ്ലിഗേഷനൊക്കെ ഒത്തിരി കഥ വന്നിട്ടുണ്ടല്ലേ. മദ്യമല്ലേ ഗ്ലിഗേഷന്റെ കഥകൾക്കകത്ത് മദ്യം ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഗ്ലിഗേഷൻ ഒത്തിരി കഥകളുണ്ട്. ഞാൻ ഗ്ലിഗേഷൻ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വലിയ മദ്യപാനിയാരാണെന്നുള്ളത്. നിങ്ങൾ ഈ കൂട്ടത്തിൽ നിങ്ങൾ കമന്റ് എന്നെ ഞാൻ മദ്യപിച്ച് നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഇല്ല, നമ്മൾ ഈ പറയുന്ന കഥകളൊക്കെ സെലക്ടഡ് കഥകൾ, അതായത് 4 വർഷത്തിന്റെ 5 വർഷത്തിന് ഇടയ്ക്കുള്ള കഥകളാണ് ഈ പറയുന്നത് മൊത്തം. നമുക്കാർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. ദീപുവിന് ഇപ്പം കൂടി നിർത്തിയതിന് ശേഷം ദീപുവിന് പ്രശ്നമില്ലല്ലോ. നമ്മളും ഒരുമിച്ചും ആൽക്കഹോളിസം എന്നുള്ള പ്രശ്നം ആകില്ല. ദീപു നിർത്താൻ പറ്റി, സിമ്പിളായിട്ട് നിർത്താൻ പറ്റി. ദീപു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡാർക്ക് സൈഡ് വേറെ കുറെ ഉണ്ട്. എന്റെ അച്ഛനൊക്കെ ഇപ്പൊ പണ്ടും വെള്ളമടി ഭയങ്കര പലമ്പായിരുന്നു. എന്റെ അച്ഛനും അനിയനും. ശരിക്കും നീ പറഞ്ഞാല് സിന്തറ്റിക് ഡ്രഗിന് പ്രശ്നമില്ലെന്നല്ല, എനിക്കൊന്നും എല്ലാവരും പ്രശ്നമുണ്ട്. ഇതിൽ പ്രശ്നം എന്താ സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയില്ലേ, അതായത് നമുക്ക് 2 അടിച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അതായത് ഒരു കുപ്പി തുറന്ന ദിവന്റെ കാറ്റഗറി ഇത് കണ്ടിന്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത്
ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്താൽ അവിടെയുള്ള മുഴുവൻ സാധനം തീർക്കണം എന്നുള്ള ഇതുവരെ കഴിക്കാന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പറ്റി ചിന്തയില്ലാണ്ട് കഴിക്കാന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫാമിലി ഫംഗ്ഷനിൽ പോയിട്ട് നമ്മള് നമ്മുടെ വീട്ടുകാര് അല്ലെങ്കിൽ ഇവരുണ്ട് എന്നുള്ള സാധനം മറന്നിട്ട് നമ്മൾ ഈ സാധനം ചെയ്തു തുടങ്ങില്ലേ. നമ്മൾ വളരെ സെൽഫിഷ് ആയിട്ടുള്ള രീതിയിലുള്ള കള്ളുടിയിലേക്ക് ചെല്ലുമ്പോൾ ആരോഗ്യ പ്രശ്നമൊക്കെ സെക്കൻഡറി സംഭവം. ലിവർ അടിച്ചു പോയി, എന്ത് മണ്ണടിച്ചു പോയി, നമ്മള് വീട്ടില് കാശിന്റെ ചികിത്സിക്കുക അല്ലെങ്കിൽ നമ്മൾ കുടിച്ചതിന്റെ ഉള്ളൂ അനുഭവിക്കാന്ന് വിചാരിക്കാം. പക്ഷെ നമ്മള് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മള് കാരണം ഒരു പരിപാടി അറ്റ്മോസ്ഫിയർ മോശമാക്കുക എന്നുള്ള ഒരു പോയിന്റിലേക്കൊക്കെ പോണതൊക്കെ അതിന്റെ അടിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇതിലുള്ള സംഭവം ഇത് വേറെ എവിടേക്കും പോകുന്നില്ല. ഞാൻ കൂടുന്നവരെല്ലാം അല്ല മെയിൻ ആയിട്ട് എനിക്കൊന്ന് അടിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ചിലർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൈസ് ആവും, ഭയങ്കര തമാശ അല്ലെ ഭയങ്കര ആ ഒരു വൈബിലായിരിക്കും. ആ ഒരു നേരത്തെ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ എലമെന്റും അവരുടെ ബേസിക് നേച്ചറും കമ്പൈൻ ചെയ്ത് വരുമ്പോഴുള്ള ഔട്ട്കം എനിക്കൊന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അല്ല അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ വെള്ളം അടിക്കുന്നൊക്കെ ഇപ്പൊ ഞാൻ എന്റെ അച്ഛൻ വെള്ളം അടിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ നമ്മളെയാണ് മറ്റേ വീട്ടുകാർക്ക് ബന്ധുക്കൾ വല്ല കളിയാക്കുക അതൊക്കെ ഭയങ്കര. അല്ല ഒരുപാട് ഫാമിലീസിനെ പല രീതിയിൽ പേഴ്സണലിയും സോഷ്യലായിട്ടും തകർത്തിട്ടുണ്ട് മദ്യപാനം. കുഞ്ചാക്കോവൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ചാക്കോവന്റെ അച്ഛൻ പുള്ളിയുടെ അച്ഛന്റെ ബന്ധം ബോബൻ കുഞ്ചാക്കോ. പുള്ളിക്കാരൻ കുടി നിർത്തിയ കഥ പറയുന്നത്. പുള്ളിക്കാരൻ അത്യാവശ്യം കഴിക്കും നന്നായിട്ട്. പോകുന്ന വഴിക്കൊക്കെ അതായത് ഫാമിലി കൊണ്ട് പോകുമ്പോൾ പ്രോഗ്രാമിന് കഴിക്കുക അങ്ങനെയൊക്കെ. അപ്പം ഇത് പ്രശ്നമുണ്ട്. പുള്ളി ഇത്തിരി ഏജ്ഡ് ആയ സമയത്ത് ഇവർ ഒന്നിച്ച് പോകുക ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ. അത് ബാർ അറ്റാച്ച് ഹോട്ടലാണ്. ഇവർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ഫുഡ് ഇത് ഓർഡർ ചെയ്തു, മദ്യം ഓർഡർ ചെയ്തു. അപ്പോൾ അന്ന് കുഞ്ചാക്ക വിചാരിച്ച് നിർത്തണമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അച്ഛൻ്റെ ഒരു ഗ്ലാസ് വെച്ച് പുള്ളി ഞാനും കുടിക്കാൻ തുടങ്ങും. അച്ഛൻ എന്തായാലും കുടിക്കുകയാണ്, ഞാനും കുടിക്കാൻ തുടങ്ങും. അങ്ങനെ അപ്പൻ്റെ ബോട്ടിൽ നിന്ന് പുള്ളി എടുക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിയെ നിർത്തി തിരിച്ചു കൊടുത്തിട്ടാണ് അന്ന് അപ്പൻ കുടി. ഞാൻ കണ്ടത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പുറകെ നടന്ന ചലഞ്ച് ഞാൻ വെള്ളം നിർത്തിച്ചേ. അച്ഛന് ഇതുപോലെ മറ്റേ എല്ലാ ദിവസത്തെ അച്ഛൻ്റെ പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ രാത്രി അടിച്ചിട്ട് അച്ഛൻ ഇതല്ല അടിച്ച നൈസ്. ഇതുപോലെ ആരും വീട്ടിലമ്മ ഇതുപോലെ തല്ലിയിട്ടില്ല, ഇതുവരെ തെറിയൊന്നും വിളിച്ച് ഞാൻ കേട്ടില്ല. നമ്മൾ ഇതുപോലെ വഴക്കൊന്നും പറയത്തൊന്നുമില്ല. നമ്മൾ കുറെ ഇതുവരെ ചൊറിഞ്ഞ് കഴിയുമ്പോൾ പല പിണങ്ങി കിടക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യും. പക്ഷെ എന്നും രാത്രി സത്യം ചെയ്യും ഇനി അടിച്ചിട്ടില്ല എന്ന്. അത് വെറുതെ നല്ല എന്റെ തലക്കത്തോട്ട് ഇനി അടിച്ചോ ഭയങ്കര മോശം തന്നെയല്ലേ. അപ്പൊ നമ്മളോ അച്ഛൻ നന്നായി വിചാരിച്ചു. ഞാൻ രാവിലെ ആളെ കാണില്ല. അപ്പൊ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഒന്നല്ല ഏതെങ്കിലും വഴി കറങ്ങിയൊക്കെ സംഭവം എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ അച്ഛനും ഭയങ്കര ലോസ്റ്റ് ആയിരുന്നു. അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടി അച്ഛൻ എനിക്ക് അതിന്റെ ഒരു ലോജിക്ക് കിട്ടാറില്ല. ഷോർട്ട് ടേം സൊല്യൂഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അങ്ങനെയുള്ള ആൾക്കാര് ഈ ഒരു പാറ്റേണിലോട്ട് മാറുന്നത്. അതായത് ചെറിയ ചെറിയ ഒളിച്ചോട്ടങ്ങളാണല്ലോ, പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. അച്ഛൻ ഇതുപോലെ ഷാപ്പിൽ പോകുമ്പോൾ ഞാൻ അച്ഛന് സൈക്കിളുണ്ട്, അച്ഛൻ സൈക്കിളത്ത് ഷാപ്പിൽ പോകുമ്പോൾ ഞാൻ സൈക്കിളത്ത് പുറകെ പോകും ഷാപ്പിൽ. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയി വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു കൊച്ചു ഷാപ്പിൽ ചെല്ലും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അവസാനം ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അമ്മയുടെ വീട്ടിൽ നമുക്ക് പോകാൻ പറ്റാതെ ആ പ്രായത്തിൽ എവിടെ പോയി ഇരിക്കാൻ. അപ്പൊ അങ്ങനെ പോയി പിണങ്ങി തിരിച്ചു വന്നൊന്നുമില്ല. അപ്പൊ അവസാനം പിന്നെ അച്ഛൻ വെള്ളമടി നിർത്തിയിട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും തുടങ്ങി. പക്ഷെ അച്ഛനായിട്ട് തോന്നി നിർത്തി അന്നാണ്. അങ്ങനെ ഞാൻ 10 കയറിയപ്പം നമ്മുടെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള സ്കീം കൊണ്ട് അങ്ങനെ അച്ഛൻ വെള്ളമടി നിർത്തി. പക്ഷെ ഇതുവരെ അടിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് കഴിഞ്ഞൊരു ഞാൻ ഇന്നലെ കണ്ടു. അതായത് അച്ഛൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, നമ്മളെയും ഭയങ്കര ഫാമിലി ഫ്രണ്ടാണ്. നമ്മൾ അച്ഛനെ കളിയാക്കുമായിരുന്നു. അച്ഛൻ അടിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഭയങ്കര കുറവാണ്, ഭയങ്കരമായിട്ട് ആടും. പക്ഷെ ഈ പറഞ്ഞ അച്ഛൻ്റെ നമ്മുടെ ഭയങ്കര ഫാമിലി ഫ്രണ്ട് ഒരു ക്ലോസ് ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ഭയങ്കര ഡീസൻറ്റ് നല്ലൊരു മനുഷ്യൻ. പുള്ളി ഇതുപോലെ 2 വർഷം മുന്നേ മരിച്ചുപോയി. അച്ഛൻ്റെ ആ ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്ന എല്ലാവരും ലിവർ സിറോസിസ് എന്നാണ് മരിച്ചുപോയി. അപ്പം നമുക്കും പേഴ്സണലി അല്ല നമ്മുടെ ഫാമിലിയായിട്ടും ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരെല്ലാവരും. അവരോരോരുത്തരും ഈ പറഞ്ഞൊരു കഴിഞ്ഞൊരു 5-6 വർഷത്തിനിടയിൽ 3-4 പേര് മരിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള അച്ഛൻ്റെ ഈ പറഞ്ഞ ഭയങ്കര ക്ലോസ്. അപ്പോൾ അവരെല്ലാവരും അന്ന് ഈ സാധനം കണ്ടിന്യൂ ചെയ്ത് പോയവരാ. അച്ഛൻ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളൊന്ന് സെറ്റായി കഴിയുമ്പം അച്ഛൻ വേണം അടിച്ചോട്ടെ, വീട്ടിൽ ഇരുന്ന് അടിച്ചോട്ടെ. ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും ചിന്തിക്കാറുണ്ട് വല്ല മേടിച്ച് വെച്ച് വേണം അടിച്ചോട്ടെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അച്ഛൻ അത് നിർത്തിയത് കൊണ്ടും പിന്നെ അച്ഛൻ അത്യാവശ്യം പണിയെടുക്കുന്ന ആളാണ് പറമ്പിലുള്ള. അപ്പം ആ ഒരു ഹെൽത്തി പരിപാടി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അച്ഛനും ഈ ഒരു പ്രായമായിട്ടും. അച്ഛൻ 68 വയസ്സുണ്ട്. എനിക്ക് നമ്മുടെ വീട്ടിൽ മമ്മൂട്ടിയാണ്. അത്യാവശ്യം കണ്ട അത്രയും പ്രായം പറയുന്നത്.
ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ അത് ഹെൽത്തിയാണ്. അപ്പൊ അത് അന്ന് ആ വെള്ളോട് നിർത്തിയാൻ തോന്നുന്നുണ്ട് അച്ഛൻ ജീവിതത്തിൽ ഇത്രയും മാറാനും അല്ലെ ചിലപ്പോ അല്ലെ പിന്നെ ഇപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ഒരു അടുത്ത സ്റ്റേജ് ഡാർക്ക് സ്ഥാനത്തിലോട്ട് ജീവിതം പോയാന്. എൻ്റെ അടുത്ത് പണ്ട് എന്നെ ഇങ്ങനെ പൊക്കിയപ്പോൾ ഒരു ഡീൻ പറഞ്ഞൊരു ലൈനാണ്, അതായത് ഒരു നല്ലൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ വേണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു പാർട്ടി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പാർട്ടിയിൽ നമ്മൾ വൈബ് പിടിക്കണം. പക്ഷെ നമ്മൾ ഒരു പോയിന്റിൽ നിർത്തി ഇറങ്ങണം. നമ്മൾ അതിൽ തന്നെ പെട്ടുപോയാലാണ് പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പറഞ്ഞ പോലെ നമ്മളുടെ ഒരു കൺട്രോൾ ഇല്ലാത്ത സംഭവമൊക്കെ തന്നെ. നമ്മൾ ജീവിതത്തിലെ പ്രയോറിറ്റി മാറണം. കുറെ നാൾ നമുക്ക് ജീവിതത്തിൽ പ്രയോറിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നെന്ത് ചെയ്യുക എന്നുള്ളൊരു സാധനം. അതായത് ഇന്നെങ്ങനെ വൈബാക്കുക എന്ന് നമ്മൾ കുറെ നാൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് വെള്ളം അടിക്കുക ആ ഒരു ഇതാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചുമതലകളൊക്കെ എടുത്തൊന്നും മാറിയില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ഇല്ലാതായി പോകും. ഹെൽത്തി ലൈഫ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം. സോഷ്യൽ, കാരണം ഇത് ഫാമിലി മാത്രമല്ല, ഇപ്പൊ ഇതിന്റെ നമ്മൾ കളർ കലക്കുന്ന കാര്യമല്ല. നമ്മൾ കേരളം ഒരുപാട് വിഷമദ്യ ദുരന്തങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ളതാണ്. വിഷമദ്യം വിഷമദ്യം ഉണ്ടാക്കുന്നതാണ്. അവര് മദ്യം കലർപ്പുണ്ടാക്കുമ്പോൾ വിഷമദ്യമായി മാറുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മള് മണിച്ചൻ കേസ്, മറ്റേ സ്ഥലം ഏതായിരുന്നു, കല്ലുവാതുക്കൽ ദുരന്തം എന്റെ ഓർമ്മയിൽ ആദ്യത്തെ ഞാൻ കേൾക്കുന്ന വലിയ സംഭവം. അങ്ങനത്തെ കുറെ ദുരന്തങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷമദ്യ ദുരന്തങ്ങൾ ഒരു തേർഡ് വേൾഡ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ അഡിക്ഷന്റെ പാർട്ടായിട്ട്. പിന്നെ പേഴ്സണലി ഫാമിലി എന്തായാലും എനിക്ക് തോന്നുന്നു ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എല്ലാവരും നോർമൽ മോഡിൽ പോകുന്നവരെയാണല്ലോ. ഹെൽത്തി ഡ്രിങ്കിങ് കൾച്ചർ ഇല്ലാത്തൊരു സിനിമയൊക്കെ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ, മോഹൻലാലിന്റെ നമ്മള് അടിക്കുന്നത് അടിച്ച് പറഞ്ഞു. അവര് മദ്യം കഴിക്കുന്നു, മദ്യം നമ്മളെ കഴിക്കുന്നു എന്നൊരു ടാഗ് ലൈൻ ഉണ്ടല്ലോ. നമ്മുടെ ഒരു ഹെൽത്തി രീതിയല്ല. പിന്നെ ആൾക്കാരത് അവരവരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദഹിക്കുന്നു, ദ്രവിക്കുന്നു. അവര് ദഹിക്കാൻ വേണ്ടി ആ സാധനം അല്ല, ഒറ്റയ്ക്ക് അടിച്ചു തുടങ്ങുകയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം അല്ലേ. ഒറ്റയ്ക്ക് അടിച്ചു തുടങ്ങുന്ന പോയിന്റ് ഒക്കെയാണ്. പക്ഷെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഈ ഡിന്നറിന്റെ കൂടെ 1-2 പെക്കൊക്കെ അടിച്ച് അത് അങ്ങനെ കൺട്രോൾ ഡെയിലി അടിക്കുമ്പോ എനിക്കറിയാവുന്ന 2-3 ദിവസം. പക്ഷെ അടിക്കുമ്പം ഇതേപോലെ ഒരു കൂടിയ കുപ്പി മേടിച്ചു വയ്ക്കും. അതായത് ഈ ഡബിൾ ബ്ലാക്ക് അങ്ങനത്തെ കുപ്പി മേടിച്ചിട്ട് കഴിക്കുമ്പം അല്ലെങ്കിൽ വല്ലതും കാണുമ്പോൾ 1-2 പെഗ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 പ്രാവശ്യം വരെ ബിയർ കുടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഇതേപോലെ അടിച്ചു കഴിഞ്ഞ് പേഴ്സണാലിറ്റി മാറുക, നമ്മള് നമ്മുടെ ഇത് ഈ അവയർനെസ് പോവുക, നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ്റെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം. ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടല്ല. അതിപ്പോ ഞാൻ കുടിക്കാത്തോണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഇല്ലെന്നല്ല. ഞാൻ എന്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല, എന്റെ ഭക്ഷണത്തിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ല. അപ്പൊ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടല്ല. എല്ലാവർക്കും ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇതിൽ മാത്രമല്ല, എന്തിലും വേണം. നമുക്ക് ഒരാൾക്ക് തകരാണെങ്കിൽ തകരാൻ കുറെ സാധനങ്ങളുണ്ട്. അതിൽ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. മദിരാശിയൊക്കെ അഡിക്ഷൻ ആണ്. ഇത് ഒരു ഇതൊരു കെമിക്കൽ ഒരു റീസണും കൂടെ ഉണ്ട് ഇതിലോട്ടൊരു അഡിക്ഷൻ ഉണ്ടാവാൻ. നമ്മുടെ കുപ്പി എടുക്കുക സമയമായി. നിങ്ങൾ കൊമ്പൂച്ച കുടിക്കുക. അതെ, മദ്യം കുടിക്കുക, കൊമ്പൂച്ച മേടിച്ചു കുടിക്കുക. വളരെ നല്ല രസകരമായ ഒരു സാധനമാണ്. നല്ല ഇത് എപ്പിസോഡ് തീരുന്നവരെങ്ങനെ തീരാണ്ട് നോക്കണല്ലോ എന്ന് വെച്ചത് ഞാനത് കുടിച്ചു കൊടുത്തത്, നിങ്ങൾ ബാക്കി കുടിച്ചു. അപ്പൊ അതല്ലേ നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് അതാണ് നമ്മുടെ സ്വപ്നം. #മദ്യവിമുക്ത കിനാശേരി. ഓക്കെ, ബൈ ബൈ, സീ യു സൂൺ.